ഞാൻ ലെഗ് അമ്പയറായിട്ട് നിന്നിട്ട് എനിക്ക് ചെറിയ ചിരി വരുമായിരുന്നു. ഷബ ആറാംസെ. അപ്പോൾ ഇന്ത്യയുടെ കളിയാണ് ഇവരെല്ലാം കാണുന്നത്. നൈജീരിയൻ ഹിന്ദിയാണ് അവിടെ പറയുന്നത്. ലാസ്റ്റ് നമ്മളൊരു മാച്ചിൽ നമ്മുടെ സൂര്യകുമാർ ക്യാച്ച് എടുത്തത് ഭയങ്കര ഇപ്പോഴും വിവാദത്തിൽ നിൽക്കുന്നത്. അന്ന് ആ അമ്പയർ എടുത്ത ഡിസിഷൻ, തേർഡ് അമ്പയർ എടുത്ത ഡിസിഷൻ റൈറ്റ് ഡിസിഷനാണ്. ഇപ്പം നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഈ ലെഗ് അമ്പയർ ഈ കൈ കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതിൽ കൈ പുറകെ കെട്ടാൻ പാടില്ല. അതെപ്പോഴും കൈ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ബാറ്റ്സ്മാൻ വെളിയിലാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കും. മറ്റേ അമ്പയറാണ് നോക്കുന്നത് ആ പുള്ളിയുടെ ഏത് റിലീസിലാണ് പുള്ളി വിക്കറ്റ് എടുത്തതെന്നുള്ളത്. വേൾഡ് വൈഡ് മൊത്തത്തിലൊരു ടീം അതിൽ ആരൊക്കെയായിരിക്കും പ്ലേയേഴ്സ്? ഋഷഭ് പന്ത്, പിന്നെ വരുന്നത് രോഹിത് ശർമ്മ ഓപ്പണിങ്ങിന് വരുന്നത്, വൺ ഡൗൺ വരുന്നതാണ് കോഹ്ലി, ഹെൻറി കാൾസൺ, സൗത്ത് ആഫ്രിക്കയുടെ നിക്കലസ്, ജോസ് ബട്ട്ലർ, നമ്മുടെ ബൗളിങ്ങിൽ ബുംറ ഓഫ് കോഴ്സ്. IPL ടീമിലൊക്കെ ചില സമയത്ത് ചില കോച്ചുകളുടെ ചലഞ്ചസ് അതാണ്. പുള്ളിക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകും. പുള്ളി ഇച്ചിരി അഗ്രസീവാണ്. പുള്ളി പ്ലെയർ ആയിരുന്ന സമയത്തും അഗ്രസീവാണ്. ഇപ്പോൾ കോച്ചായിരുന്ന സമയത്ത് ഇനിയും കാണാം നമുക്ക് ടീം കുറച്ച് അഗ്രസീവ് ആയിരിക്കും. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരിക, വലിയ നെയിംസിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഗാംഗുലി വന്നിട്ടാണ് ഇന്ത്യയുടെ ലീഡർഷിപ്പ് ഇത് വന്നത്. പുള്ളി കുറച്ച് അഗ്രസീവ് ആയിരുന്നു. ശരി, അതാണ് വിരാട് കോഹ്ലിക്ക് കിട്ടിയേക്കുന്നത്. അത് വെച്ച് നോക്കി രോഹിത് നോക്കി കുറച്ചുകൂടെ കാം ഡൗൺ ആണ്. ഇപ്പോഴത്തെ പുതിയ T10 ടൂർണമെന്റ് ഞാൻ പറഞ്ഞ റുവാണ്ടയിൽ പോയി ഞാൻ T10 ടൂർണമെന്റ് ചെയ്തു. അവിടെ നിന്ന് പറഞ്ഞാൽ പാവം ബൗളർ എങ്ങനെ അറിഞ്ഞാലും അവനായിട്ട് അടിക്കും. ഞാൻ അവിടെ വന്നപ്പോൾ എനിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയോടടി ഒരു രക്ഷയില്ല. വ്യക്തമായി യൂസ് ചെയ്യാത്ത പ്ലേയേഴ്സ് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല പ്ലെയറാണ്, പക്ഷെ പുള്ളിക്ക് സ്പേസ് ഇല്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളിതാ ഒരു ഗസ്റ്റിനെ നിങ്ങളുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ ആരുമല്ല, ICC മത്സരങ്ങളെല്ലാം, ക്രിക്കറ്റ് ICC മത്സരങ്ങളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മലയാളി സാന്നിധ്യം, നമ്മുടെ സ്വന്തം ചങ്ങനാശ്ശേരിക്കാരൻ മലയാളി, നമ്മുടെ രാജേഷ് പിള്ള സാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. സാർ നമസ്കാരം. നമസ്കാരം. എന്തായാലും വളരെ സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു ഷോയിലൂടെ ആണെങ്കിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ. വളരെ തിരക്കുള്ള യാത്രകളാണ്. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ യാത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ 125ഓളം രാജ്യങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊന്നും കാണാനില്ലെന്നാണ് പറയുന്നത്. പലപ്പോഴും യാത്രയിലാണ്. നാട്ടിലും ആൾക്കാർ കാണാറുണ്ട്. അതിന് സമയം കൊടുക്കാറുണ്ട്. എല്ലാവർക്കും സമയം കിട്ടും. എല്ലാവർക്കും സമയമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സാർ നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, സാധാരണക്കാരായ കുറേ ആളുകൾക്കുള്ള കുറേ ഡൗട്ട്, കാരണം ഒരു അമ്പയർ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടാറില്ല. ഇപ്പം അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതായത് ഏകദേശം സാർ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയേക്കാണ്, ഇവിടെ വരെ എത്തിയേക്കാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് എവിടെ നിന്നായിരുന്നു, എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് പോലെ ക്രിക്കറ്റ് കളി കുറച്ച് ക്രേസായിരുന്നു. അപ്പം അവിടുന്ന് പതുക്കെ സ്കൂളിൽ കളിക്കും, വീട്ടിൽ നിന്ന് വിടാറില്ലായിരുന്നു. അപ്പം ഒളിച്ചും കളിച്ചുമൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ക്രിക്കറ്റ് കളിയിലോട്ട് വന്നു. ഇടയ്ക്ക് ടൂർണമെൻറ്റ്സ് ഒക്കെ വരുമ്പോഴേക്കും ട്യൂഷൻ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് പോയി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്കൂൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രീ ഡിഗ്രി സമയത്ത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ പഠിത്തം എന്നുള്ള ഒരു ഇതിലോട്ട് അങ്ങ് വന്നു. അത് കഴിഞ്ഞ് കർണാടക പഠിക്കാൻ പോയപ്പോഴേക്കാണ് ഫസ്റ്റ് ഇയർ അവിടെ ചെന്നപ്പോഴേക്കും ക്രിക്കറ്റ് സെലക്ഷൻ വന്നപ്പോഴേക്കും ബൗളറായിട്ട് പോയി ബോൾ ചെയ്തു. ആദ്യത്തെ 3 ബോളിൽ 3 വിക്കറ്റ് എടുത്തപ്പോഴേക്കും ആദ്യം ടീമിലോട്ട് കയറാൻ പറ്റി. എത്ര വയസ്സിലാണ്? 17 വയസ്സ്. 17 വയസ്സിൽ. ശരി. അത് 17-18 ഇതിൽ ഫസ്റ്റ് ഇയർ ആയപ്പോൾ. അത് സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും പിന്നെ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ പുതിയ ആൾക്കാർ വരും, പിന്നെ അവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് പതുക്കെ നമ്മളെ സൈഡ് ലൈൻ ആയി പോയി. എന്നാലും ബാഡ്മിൻ്റൺ ടീമിൽ ഫൈനൽ ഇയർ ബാഡ്മിൻ്റൺ ടീമിലുണ്ടായിരുന്നു, കോളേജ് ടീമിലുണ്ടായിരുന്നു. ടൂർണമെൻറ്റ്സ് കളിക്കാൻ പറ്റിയായിരുന്നു. ആ സമയത്ത് ബാഡ്മിൻ്റനും കൊണ്ടുപോയിരുന്നു. പക്ഷേ അവിടെ 4th ഇയർ ആയപ്പോഴേക്കും ബാഡ്മിൻ്റൺ ഇത് വന്നു. പിന്നെ ബാംഗ്ലൂരാണ് ജോലി ചെയ്ത്. ബാംഗ്ലൂർ സെയിൽസിലായിരുന്നു. അത് കഴിഞ്ഞ് ബോംബെ പോയപ്പോൾ ബോംബെയിൽ നമുക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പം ക്രിക്കറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയി പോയെന്ന് വേണേൽ ലിറ്ററലി പറയാം. അത് കഴിഞ്ഞ് ടർക്കി പോയ സമയത്തും അവിടെ ഒരു സ്പേസ് കിട്ടിയില്ല. UK പോയപ്പോഴാണ് നമുക്ക് തിരിച്ച് ക്രിക്കറ്റിലോട്ട് വരാൻ പറ്റിയത്. അവിടെ ചെന്ന് ഒരു ടീമിൽ ജോയിൻ ചെയ്തു. അത് ഡിവിഷൻ 3 വാർവിക്കിൻ്റെ ഡിവിഷൻ 3 അവിടെ കളിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മളവിടെ കളിക്കാൻ പോകുമായിരുന്നു. ടീമിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ചില സമയം നമുക്ക് കളിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ അമ്പയറിങ്, ചില ദിവസം അമ്പയർ ചിലപ്പോൾ ലേറ്റ് ആകും, ചിലപ്പം ഒരാളുടെ ഷോർട്ടേജ് ഉണ്ടാവും. അപ്പം അവിടെ വെച്ച് കൈപൊക്കി. അപ്പം നമുക്ക് സ്വയം നമ്മൾ ഇങ്ങനത്തെ കാര്യം പ്രൊയാക്റ്റീവായിട്ട് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുള്ളൂ. അപ്പം നമ്മൾ അതിനകത്ത് പോയി ഇപ്പോൾ അമ്പയറിങ് ചെയ്യാനായിട്ടുള്ള ഇത് അവിടെ വെച്ച് നമ്മൾ ലെഗ് അമ്പയർ ആക്കത്തേ ഉള്ളൂ. റണ്ണൗട്ടും നോ ബോളും പറയാനായിട്ട് മാത്രമേ അവിടെ നമ്മൾ നിർത്താറുള്ളൂ. ശരി. അങ്ങനെ പതുക്കെ അത് എന്താണ്
അപ്പം നമ്മൾ ആ സമയത്ത് ബ്രേക്കിൻ്റെ സമയത്ത് ഈ അമ്പയറിനോട് പല കാര്യങ്ങൾ ചോദിച്ചു, അങ്ങനെ പഠിച്ചു. കുറച്ചുകൂടെ ഒരു ഇത് വന്നു, നോളജ് വന്നു. തിയററ്റിക്കലി ഉള്ള സംഭവങ്ങളൊക്കെ എവിടെയാണ്, അപ്പം നമ്മൾ പതുക്കെ സെർച്ചൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ കളിയായിരുന്നു കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചത്. ഇത് കളിയില്ലാത്ത സമയത്ത് നമുക്ക് ഫീൽഡിൽ വേണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ UK വെച്ചുണ്ടായിരുന്നു. അവിടെ നിന്ന് ബംഗ്ലാദേശ് വന്നപ്പോഴേക്കും ബംഗ്ലാദേശിൽ അവിടുത്തെ ചെറിയ നമ്മൾ കളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് അമ്പയറിംഗ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇന്ത്യൻ എംബസിയുടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ കളി നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ പോയി കളിക്കുമായിരുന്നു വീക്കെൻഡ് ആകുമ്പോൾ. പിന്നെ വിയറ്റ്നാമിൽ വന്നപ്പോഴേക്കും വിയറ്റ്നാമിലും ചെറുതായിട്ട് ടെന്നീസ് ബോളിലായിരുന്നു, അവിടെ കളി ഉണ്ടായിരുന്നു. അമ്പയറിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒന്നും ആ സമയത്തില്ല. അത് കഴിഞ്ഞ് തായ്ലാൻഡിൽ വന്നപ്പോഴാണ് അവിടെ കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടാക്കിയായിരുന്നു. ആ സമയത്താണ് നമുക്ക് കളിക്കാനും പിന്നെ അമ്പയറിങ്ങിൻ്റെ ഉള്ള ഓപ്ഷൻ വന്നത്. അപ്പോൾ അമ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടീമിൻ്റെയൊക്കെ കളികളൊക്കെ ഒന്ന് നേരെ കാണാൻ പറ്റും, അടുത്ത് കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ആദ്യം ഈ അമ്പയറിങ്ങിലോട്ട് വരുന്നത്. അവിടെ ഒരു 5 വർഷം അമ്പയറിങ് ഓൺ ആൻഡ് ഓഫ് വീക്കെൻഡ്സ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് നൈജീരിയ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയത് അമ്പയറിങ്ങിൻ്റെ. അമ്പയറിങ്ങിൻ്റെ സീരിയസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഒരു ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നു. അവരോട് ജോയിൻ ചെയ്ത് കളിച്ച് വന്നപ്പോഴേക്കും കുറേ ഡിസിഷൻസ് ഒക്കെ വന്നപ്പോഴേക്കും നമുക്ക് തന്നെ ഒരു ഡൗട്ട് വന്നു, ഇവരെന്താണ് ഇങ്ങനെ ഡിസിഷൻസ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഈ അക്വിസ് എന്ന് പറഞ്ഞ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞ് ഞാൻ അമ്പയർ ചെയ്തുകൊണ്ടിരുന്നതാണ്, എനിക്കിവിടെ ഒന്ന് ചെയ്താൽ കൊള്ളാവുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ 50 ഓവേഴ്സ് മാച്ചായിരുന്നു അന്ന്. T20യുടെ അത്ര ഇതല്ല, 50 ഓവേഴ്സിലാണ് അവർ. അപ്പം ഫുൾ ഡേ സാറ്റർഡേ പോയി വെയിൽ കൊള്ളും. എല്ലാവരും ചോദിക്കും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ അവിടെ പോയി വെയിൽ കൊള്ളുന്നത്. അപ്പം നമ്മുടെ ഒരു ലോങ് ടേം പ്ലാൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അതെല്ലാം എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരോടും ഒന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് പതുക്കെ വരണം. നമ്മൾ ആ വെയിൽ കൊണ്ടതിൻ്റെയാണ് നമുക്കിപ്പോൾ ഒരു ഇത് വരുന്നത്. അപ്പം നമ്മളത് വരുമ്പോൾ പല ഇത് പഠിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പല രാജ്യങ്ങളിൽ പോയി പല ടൂർണമെൻറ്റ്സ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പം തന്നെയാണെങ്കിൽ 9 രാജ്യങ്ങളായി പല ടൂർണമെൻറ്റ്സ് ചെയ്ത്. നമ്മൾ കുറേ കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാൻ പറ്റി. ആ സമയത്താണ് നമ്മൾ വെസ്റ്റേൺ പ്രൊവിൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ, അമ്പയേഴ്സ് അസോസിയേഷൻ കേപ്പ് ടൗണിലുള്ളതാണ്. അപ്പോൾ ലെവൽ 1 പാസ്സായി കഴിഞ്ഞു, സൗത്ത് ആഫ്രിക്കയുടെ ലെവൽ 1 പാസ്സായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറച്ച് കോൺടാക്ട്സ് കിട്ടി. അപ്പോൾ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അവർ കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ടോം എന്നൊക്കെ പറഞ്ഞ നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മളെ പറഞ്ഞ് എന്താ വേണ്ടതെന്നൊക്കെയുള്ളത്. അപ്പം എൻ്റെ ഓഫീസ് ഞങ്ങളുടെ റീജിയണൽ ഹെഡ് ഓഫീസ് ജോഹന്നിസ്ബർഗിലാണ്, സൗത്ത് ആഫ്രിക്കയിൽ. അപ്പം അവിടെ പോകുന്ന സമയത്ത് വീക്കെൻഡ് അവിടെ നിന്ന് മുങ്ങി ഇവിടെ വന്ന് അമ്പയർ ചെയ്ത് കേപ്പ് ടൗണിൽ അമ്പയർ ചെയ്തിട്ട് തിരിച്ച് വീക്ക് ഡേ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് പ്രസൻ്റ് ആകാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തന്നെ സമയം കണ്ടെത്തി അങ്ങനെ വീക്കെൻഡ് ഒന്നും ഒരു പണിയില്ല ജോഹന്നിസ്ബർഗിൽ ഇരിക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ നമ്മൾ സമയം കണ്ടെത്തി അങ്ങനെ പോയി നമ്മൾ അവിടെയും കുറച്ച് എക്സ്പോസ് ആയി. പല അവിടെ ലേഡീസിൻ്റെ പ്രീമിയർ ലീഗ് വരെ ഞാൻ ചെയ്തായിരുന്നു. നമ്മൾ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കാണിക്കണം അവരെ, എന്നാലേ നമുക്ക് അതിൻ്റെ ബാക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ ഒന്ന് ലെവൽ 2 പാസ്സായി, ലെവൽ 3 പാസ്. ഇപ്പം ഞാൻ എല്ലാ വർഷവും ഒരു വീക്ക് അല്ല 2 വീക്ക് എങ്ങനെയായാലും മിനിമം അവിടെ പോകാറുണ്ട്. ഞാൻ എപ്പോഴും അവിടുത്തെ അസോസിയേഷൻ മെമ്പറാണ്. അപ്പോൾ 2 അസോസിയേഷൻ മെമ്പറാണ്. എനിക്ക് അവിടെ നിന്ന് ഒത്തിരി ഫീഡ്ബാക്സ് ഒക്കെ നമുക്ക് കിട്ടും. ഞാനിപ്പം T20 ഡെബ്യൂ ചെയ്ത് ഇതിൻ്റെ ആണെങ്കിലും എനിക്ക് ഫീഡ്ബാക്സ് കിട്ടാറുണ്ട്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് നല്ല ആൾക്കാരുണ്ട്. റൈറ്റ് മൈൻഡ് സെറ്റിലാണ് അവർ പറഞ്ഞു തരുന്നത്. അവർ നമ്മളെ ഡെവലപ്പ് ചെയ്ത് നമ്മളെയും കൂടെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഇതാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. അങ്ങനെയാണ് നൈജീരിയയിൽ വന്ന് ലെവൽ 3 ആയി. അപ്പം ചുരുക്കം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ലെവൽ 3. ഇപ്പോൾ നൈജീരിയയിലാണെങ്കിൽ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ലെവൽ 3 പാസ്സായിരിക്കുന്നത്. 10 ടെസ്റ്റ് പ്ലേയിങ് നേഷൻസ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് സൗത്ത് ആഫ്രിക്ക, BCC ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ICC രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ടെസ്റ്റ് പ്ലേയിങ് നേഷൻ്റെ സർട്ടിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ ലെവൽ 3 ആണ് മിനിമം ചോദിക്കുന്നത്. പിന്നെ ലെവൽ 1 ICCയുടെ വേണം. അത്രയാണ് അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഇത് ഡേറ്റാബേസ് ചോദിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നൈജീരിയ ക്രിക്കറ്റ് ഫെഡറേഷൻ എന്നെ നോമിനേറ്റ് ചെയ്തായിരുന്നു മാർച്ചിൽ അമ്പയേഴ്സ് ട്യൂട്ടർ സർട്ടിഫിക്കേഷന് വേണ്ടി. അപ്പോൾ അതൊരു സെലക്റ്റഡ് ആയിട്ടുള്ള 15 പേരെയാണ് അവർ കൺട്രിയിൽ നിന്ന് വിളിച്ചത്. അത് ആഫ്രിക്കയിൽ ഞങ്ങളുടെയാണ് സെക്കൻഡ് ബാച്ച്. ആഫ്രിക്കയിൽ ചുരുക്കമാണ് ആൾക്കാർ സർട്ടിഫിക്കേഷൻ കിട്ടി. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഇപ്പം 15 പേരിൽ ഏതാണ്ട് 8-9 പേരെ പാസ്സായുള്ളൂ. അപ്പോൾ എനിക്കിപ്പം അമ്പയർ ട്യൂട്ടർ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അമ്പയേഴ്സിനെ സർട്ടിഫൈ ICCയുടെ ഇതിൽ. അപ്പോൾ 2 കരിയർ ട്രാക്കാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് അമ്പയറിങ് ഓൺ ഫീൽഡ്, ഒന്ന് മറ്റേ ട്രെയിനിങ്ങും. രണ്ടും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജോലിയുടെ ഇതിൻ്റെ കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ വേറെ നമ്മൾ ഇതിനു വേണ്ടി മാത്രമേ ഡെഡിക്കേറ്റ് ചെയ്തല്ല പോയിക്കൊണ്ട്. അപ്പോൾ സമയം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ സമയമുണ്ട്. വീക്കെൻഡ് ആകുമ്പോഴേക്കും എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാം നമ്മളവിടെ പോയി അവരുടെ ആൾക്കാരെ
വെറുതെ എന്തെങ്കിലും ലോസ് ഡിസ്കസ് ചെയ്യുക അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും അവർക്ക് ഞാൻ അതിനകത്ത് അവിടെ നമ്മുടെ ഇതുണ്ടായിരുന്നു ഡിസിപ്ലിനറി കമ്മിറ്റി വന്നു അവിടെ നൈജീരിയയുടെ ഇതിൽ. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും കുറച്ചുകൂടെ എന്താ പറയുക നമ്മൾ ഇതിനൊക്കെ പഠിക്കണമെന്നുള്ള കുറച്ചുകൂടെ ആഗ്രഹമായി. അപ്പോൾ ഇതിനൊക്കെ സമയം കാണും, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ നടക്കും. ഇപ്പം മൊബൈൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പെട്ടെന്ന് ലോസ് ആണെങ്കിലും കിട്ടും, ജോലിയുടെ ആണെങ്കിലും ഇമെയിൽസ് ക്ലിയർ ചെയ്ത് വിടാൻ പറ്റും. അപ്പം അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു നൈജീരിയയിൽ. അതാണ് അവിടം വരെയാണ് ഇപ്പം നമ്മുടെ കമ്പയർ എത്തി നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ ലാഗോസ് ചാപ്റ്ററിൽ നിന്ന് അവർ നാഷണലിലോട്ട് വന്നു. അപ്പം നമ്മുടെ ഫീഡ്ബാക്സ് വരും, പെർഫോമൻസ് ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പം നല്ല ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ടാണ് അവർ നാഷണലിലോട്ട് വിട്ട്. നാഷണലിൽ വന്നിട്ട് നാഷണലിൽ നിന്ന് അവർ ഒന്ന് ഇത് ചെയ്യും, ഒന്ന് മസാജ് ചെയ്യും, ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യും. അപ്പം ഞാൻ ഔട്ട്സൈഡ് നൈജീരിയനാണ്, എനിക്ക് കിട്ടേണ്ട ഒരാവശ്യം ഇതില്ല, അവർക്ക് അതിന് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. പക്ഷേ അതിനകത്ത് പെർഫോമൻസും അതിനകത്തുള്ള ഇതും നമ്മുടെ ഇൻവോൾവ്മെൻറ്റും എല്ലാം വെച്ചിട്ടാണ് അവർ തന്നത്. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ആ ഒരു പാനലിൽ വന്നേക്കുന്നത്. അതിൽ നിന്ന് ചില ആൾക്കാർക്ക് ഓൾറെഡി അവർ ഇൻ്റർനാഷണൽ മാച്ച് ചെയ്തായിരുന്നു, കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും ചെയ്യാനായിട്ട്. ആ സമയത്ത് എനിക്കൊരു പേഴ്സണൽ ഇതുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എൻ്റെ ഡെബ്യൂ നടക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞപ്പോൾ സാറിന് നൈജീരിയ നല്ലൊരു നോമിനേഷൻ വന്നു. അതെ, നൈജീരിയ. ശരിക്കും പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് മലയാളീസ് ഇപ്പോൾ വിദേശത്ത് പല പല ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ദുബായിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും അവർക്കും ഒരു പ്രചോദനമല്ലേ? ജോലിയുടെ ഭാഗമായി വിദേശത്ത് പോയി പെട്ടുപോയി ഞങ്ങളൊന്ന് ആ ഒരു സാധനം മാറി അവർക്കും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആർക്കും വേണം ചെയ്യാം. ഇപ്പം ഇന്ത്യയിൽ ഉള്ള ഒരാൾക്ക് വേണം ചെയ്യാം, വെളിയിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ദുബായിലെ പറഞ്ഞല്ലേ, ദുബായിലെ ആൾക്ക് അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം, അതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊക്കെ വരാൻ പറ്റും. പിന്നെ സമയം സ്പെൻഡ് ചെയ്യണം, ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണേൽ വരാവുന്നേ ഉള്ളൂ. ഇപ്പം ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, പക്ഷേ പാസ്സാകാനായിട്ട് കുറച്ച് ടഫാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും നമുക്ക് ഏതെങ്കിലും മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ എളുപ്പം ക്ലിയർ ചെയ്ത് പോകാനൊക്കെ പറ്റും. അപ്പോൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ആൾക്കാരുടെ കുറച്ച് മടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. ആത്മാർത്ഥമായിട്ട് നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടും, ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി കിട്ടും. അതെ, അത് തെളിയിച്ച ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. കാരണം 28 വർഷമായി ടെലികോം ഡിപ്പാർട്ട്മെന്റിലും ഇതിന്റെ കൂടെ വർക്കും ചെയ്യുന്നുണ്ട് അല്ലേ? അതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പൊ ഇതുപോലെ മാച്ചും പരിപാടികളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെയാണ് എല്ലാം കൊണ്ടുവന്നത്. ഇത് യാത്ര അതെല്ലാം ഇതിന്റെ കൂടെ പോകുന്ന സംഭവം, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ പഠിക്കണം അല്ലേ? അതെ അതെ, ടൈം മാനേജ്മെന്റ് നമ്മൾ എല്ലാവർക്കും സ്പേസ് കൊടുക്കണം. ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്, ഇപ്പം കാക്കനാട് താമസിക്കുന്നു. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോകും, അവിടെയും പ്രസൻസ് ഉണ്ട്, ഇവിടെ വരുമ്പോൾ ഇവിടെയും പ്രസൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എത്തുന്നുണ്ട്, ദൈവം സഹായിച്ചെത്തുന്നുണ്ട്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല, അതെല്ലാം എത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പേസ് കൊടുക്കാനായിട്ട് പഠിക്കണം, ഫാമിലിക്കുള്ള ഫാമിലി സ്പേസ് കൊടുക്കാൻ പഠിക്കണം. എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. വൈഫ്, ഞാൻ ഓപ്പൺലി പുള്ളിക്കാരിയോട് പറഞ്ഞില്ലെങ്കിലും പുള്ളിക്കാരിയുടെ സപ്പോർട്ട് ഭയങ്കരമാണ് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റിൻ്റെ ഇത് വന്നപ്പോഴേക്കും എൻ്റെ കൂടെ ഗ്രൗണ്ടിൽ വരാനായിട്ടുള്ള ഇതും ഒക്കെ ഇനിഷ്യലി തോന്നി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രഷർ കുറഞ്ഞു. എന്താണ്, അവർ വീട്ടിൽ തന്നെയാണ്, വീക്കെൻഡ് ഞായറാഴ്ച വീട്ടിൽ ഇരിക്കുന്നല്ല, ശനിയാഴ്ച വീട്ടിൽ ഇരിക്കുന്നുള്ള പ്രഷറില്ല. പുള്ളിക്കാരിയും കൂടെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും ഒരു ഫാമിലി ഔട്ടിങ് പോലാണ്. നമുക്ക് എന്താ പറയുന്നത്, ക്രിക്കറ്റും നടക്കും, അവർക്കുള്ള ഇതും അങ്ങനെ വന്നപ്പോഴേക്കാണ് നമുക്കൊരു പ്രഷർ കുറഞ്ഞത്. പിന്നെ പുള്ളിക്കാരിക്ക് അറിയാം ഇതൊരു പാഷനാണ്, വർഷങ്ങളായിട്ട് കാണുന്നതാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എൻ്റെ കൂടെ പൊക്കോളൂ എന്നറിയാം. അപ്പം നമ്മളെ ഒന്ന് ബാക്കിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ശരി, അല്ല ഏറ്റവും വലിയ കാര്യം എന്തൊക്കെയുണ്ടെങ്കിലും തിരിച്ച് നമ്മളടുത്തും ടൈം കണ്ടെത്തുന്നുണ്ട്. അതാണ് ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ഇതെന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ്, പേഷ്യൻസ്, അത് വേണം. പേഷ്യൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. ചില സമയത്ത് നമുക്ക് എല്ലാം പറ്റത്തില്ല, നമ്മൾ ഇച്ചിരി ഒന്ന് ബാക്കിലോട്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. ശരിക്കും ഇന്ന് നമ്മൾ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ, ഒരു മത്സരം നടക്കുമ്പോൾ നമ്മൾ രണ്ട് ടീമുകളും ശ്രദ്ധിക്കും. ഒരു അമ്പയർ ഒരു കളിക്ക് മുമ്പ് എടുക്കുന്ന ഏറ്റവും കൂടുതൽ പ്രഷർ നേരിടുന്ന, ഒരു സമ്മർദ്ദം നേരിടുന്ന ഒരാൾ ശരിക്കും അമ്പയറാണ്. കാരണം ഇതിൻ്റെ ഈ ഒരു മത്സരം നിയന്ത്രിക്കുക, കറക്റ്റായിട്ട് എല്ലാം ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇതിനും ഒരു മുന്നൊരുക്കം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതെങ്ങനെയാണ്? ഞാൻ പറയാം, ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു മാച്ച് വന്നു കഴിഞ്ഞാൽ, ഈവൻ ലോക്കലായിട്ട് നമ്മുടെ എറണാകുളത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ ഇത് വന്നാലും പ്ലേയിങ് കണ്ടീഷൻ ചോദിക്കും. അപ്പം നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ലോസ്, MCC ലോസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്തുള്ള ലോസും ചിലപ്പം പല ടൂർണമെൻറ്റ്സ് പ്ലേയിങ് കണ്ടീഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ആ പ്ലേയിങ് കണ്ടീഷൻ നമ്മൾ എന്തൊക്കെയാണ് ഡീവിയേഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് നല്ലതാണ്.
അതിന് മുമ്പായിട്ട് MCCയുടെ ഫുൾ ലോസ് ഒന്ന് വായിച്ചു നോക്കും, ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജോലിയും ഇതിൻ്റെയൊക്കെ തിരക്കാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന നല്ലതാണ്. അത് ചിലപ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ കാക്കനാട്ടൊന്ന് അങ്ങോട്ട് പോകുന്ന ഓട്ടോയിൽ പോകുന്ന സമയത്തായിരിക്കും അത് വായിച്ചു നോക്കുന്നത്. എന്നാൽ ആ സമയത്ത് മാക്സിമം ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മളത് വായിച്ചു നോക്കുന്നു, പ്ലെയിൻ കണ്ടീഷൻ നോക്കുന്നു. പിന്നെ നോക്കേണ്ടത് തന്നെ തലേ ദിവസം പിറ്റേ ദിവസത്തെ ഇതെല്ലാം കൺഫേം ആണോ എന്നുള്ളത് നമ്മൾ ഓർഗനൈസേഴ്സിനെ വിളിച്ച് ചോദിക്കുക. നമ്മൾ പോകേണ്ടത് നമ്മുടെ യൂണിഫോം എന്താണ്, യൂണിഫോം പിറ്റേ ദിവസം വരേണ്ടത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം സ്പോൺസർ ഇപ്പോഴത്തെ പല ടൂർണമെൻറ്റ്സും സ്പോൺസേഴ്സാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള യൂണിഫോംസ് കാണും. അപ്പോൾ നമ്മളതെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ, അപ്പോൾ നാളെ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് ഇതുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ടൂർണമെൻറ്റാണ് നമുക്ക് നേരത്തെ എല്ലാം കിട്ടും. അപ്പം അത് നമ്മൾ നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പയേഴ്സിൻ്റെ ഉള്ള ഇത്, നമ്മുടെ കൗണ്ടേഴ്സ് ഉണ്ടോ, ബാറ്റ് ഗേജ് ഉണ്ടോ, ബോൾ ഗേജ് ഉണ്ടോ, അതെല്ലാം എടുത്തു വെക്കുക. ക്യാപ്പ് എടുത്ത് വെക്കുക. അതെല്ലാം ഇപ്പം നമ്മൾ ബിറ്റ്വീൻ ഓവേഴ്സ് നമുക്ക് 16 സെക്കൻഡ്സിനകത്ത് അടുത്ത ഓവർ ബൗൾ ചെയ്യണം എന്നുള്ളൊരു റൂൾ വന്നതുകൊണ്ട് സ്റ്റോപ്പ് വാച്ച് ഒക്കെ ഉണ്ടോ അതെല്ലാം എടുത്ത് വെക്കുക. പല പല ടൂർണമെൻറ്റ്, ചില ടൂർണമെൻറ്റ് അവർ സപ്ലൈ ചെയ്യും, ചില ടൂർണമെൻറ്റ് നമ്മൾ തന്നെ കൊണ്ടുപോകുക നമ്മുടെ പേഴ്സണൽ. അത് പക്ഷേ പേഴ്സണൽ ഒരു അമ്പയറിൻ്റെ പേഴ്സണൽ കിറ്റിനകത്ത് ഉണ്ടാകേണ്ട മിനിമം കാര്യങ്ങളാണ്. കത്രി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ബോളിൻ്റെ സ്റ്റിച്ച് ചിലപ്പോൾ പോവുകയാണെങ്കിൽ അതിൻ്റെ അത് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും കാണണം. അതാണ് ഒരു ബേസിക് അമ്പയറിൻ്റെ ഒരു ഇത്. ആവശ്യമില്ലെങ്കിലും നമ്മുടെ കാണണം, ഓർഗനൈസേഴ്സിൻ്റെ ഉണ്ടെങ്കിലും നമ്മുടെ കാണണം. അത് കാരണം ആ ഫീൽഡിൽ അതാണ് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു ഫുൾ അമ്പയറിൻ്റെ ഒരു ഇത് വരുന്നത്. തലേദിവസം ഒത്തിരി വലിച്ചു വാരി കഴിക്കാതിരിക്കുക, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അതായിരിക്കണം. നല്ല ഉറക്കം, ഒരു 6 to 7 hours ഉറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അവിടെ ചെല്ലുമ്പം തൂങ്ങിയിരിക്കാൻ പാടില്ല. എന്നാലും നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ ICCയുടെ ഇത് മെൻ്റൽ സർട്ടിഫിക്കേഷൻ്റെ ഇത് വന്നപ്പോഴേക്കും ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, അമ്പയേഴ്സിൻ്റെ ഫിറ്റ്നസ്സൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ICCയുടെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ടാൻസാനിയയിലെ ടൂർണമെൻറ്റ് 2 ആഴ്ച മുമ്പ് ചെയ്ത സമയത്ത് രാവിലെ പോയി ബാഡ്മിൻ്റൺ കളിച്ചു, എന്നിട്ടാണ് പോയി എംപയർ ചെയ്യുന്നത്. കാരണം ഫിറ്റ്നസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അപ്പോൾ അതിനകത്ത് ആക്റ്റീവ് ആവും. പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണലി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലീഡർഷിപ്പ് റോളിൽ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി നമുക്ക് ഫീൽഡിലും നമുക്ക് എടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മാച്ച് കൺട്രോൾ ചെയ്യണം. പിന്നെ ഡിസിഷൻ മേക്കിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫാസ്റ്റായിട്ടല്ല, എന്നാൽ ഒത്തിരി സ്ലോ ആകാൻ പാടില്ല. ചിന്തിച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇപ്പം കേരളത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആ 2 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഫീൽഡേഴ്സും ബൗളേഴ്സും പ്രഷർ കൂട്ടാനായിട്ട് നോക്കും. അത് നമ്മളൊരു ഡിസിഷൻ എടുത്ത് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്, എന്നിട്ട് മൂവ് ഓൺ. അതേ ഉള്ളൂ. ഇതിനകത്ത് 2-3 കാര്യമുണ്ട്. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബോൾ ഒന്നുകൂടെ റീപ്ലേ ചെയ്യും. ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കും എന്താണ് ഇത് ചെയ്ത് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട്. ചിലത് ക്വിക്ക് ഡിസിഷനാണ്. അപ്പം നമുക്കറിയാം നമ്മൾ ഇത് ചെയ്യേണ്ടത്. ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പയേഴ്സ് കോൾ എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ, അതൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ ക്വിക്കായിട്ട് എടുക്കണം. അതിന് നമ്മൾ ഫീൽഡേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം കൂടെ അപ്പീലും അതും ഇതൊക്കെ വരും. അപ്പം നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കണം, കുറച്ച് ഇതായിരിക്കണം, ചിയർഫുള്ളും ആയിരിക്കണം. എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചിയർഫുൾ ആയിരിക്കും. നമ്മൾ കളി കാണുന്നു, കളി എൻജോയ് ചെയ്യുന്നു, ഡിസിഷൻസ് വരുന്നു. പിന്നെ ആരെയും ഇത് നോക്കാൻ പാടില്ല. അതിനകത്ത് മലയാളിയുണ്ട്, അതിനകത്ത് ഇന്ത്യക്കാരനുണ്ട്, അതിനകത്ത് നൈജീരിയൻ ഉണ്ട്, കെനിയൻ ഉണ്ട്. അതൊന്നും നോക്കാം, ഒരു ഇതും കാണിക്കാൻ പറ്റില്ല. അതിനകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫെയർ ആയിട്ടുള്ള ഡിസിഷൻസ്, ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ അതിനകത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് മീൻസ് ഗ്രൗണ്ട് സപ്പോർട്ട് ഏത് ടീമിനാണ് അവർക്കെതിരെയൊക്കെ ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ആ നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനെങ്കിലും വരാറുണ്ടോ ഉള്ളിൽ? ഒന്നും വരത്തില്ല. നമ്മൾ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് ഇപ്പം ചില ട്രാക്ക് റെക്കോർഡ്സ് ഉണ്ട്. നമ്മുടെ പ്രഷർ എടുത്തിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ നൈജീരിയയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അവർക്കറിയാം എന്ത് ഇത് ചെയ്താലും ഡിസിഷൻ എടുത്താൽ ഡിസിഷനാണ്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. പ്രഷർ ഇതൊന്നും തന്നിട്ടൊന്നും നടക്കത്തില്ല. ശരി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരും. ഇപ്പോൾ ഞാൻ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ചിലപ്പോൾ നമ്മൾ വേറൊരു നാട്ടിൽ പോകുമ്പോൾ അവരുടെ ടീം സപ്പോർട്ടൊക്കെ ഇത് ചെയ്യും. ഒരു ഇത് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഏപ്രിൽ മെയ് സമയത്ത് നെതർലാൻഡ്സിൽ പോയായിരുന്നു. നെതർലാൻഡ്സിൽ പോയപ്പോൾ ഈ ഒരു സെയിം സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് ഡിസിഷൻ, അപ്പോൾ അവർക്ക് ജയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇവർ അപ്പീൽ ചെയ്യുന്നതിന് കൂടുതലായിട്ടും വെളിയിൽ നിന്നാണ് അപ്പീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് നോക്കേണ്ട ആവശ്യമില്ല. അവർ അപ്പീൽ ചെയ്തോട്ട് ആ റിങ്ങിനകത്ത് നമ്മളാണ് കൺട്രോള്. ഈ 2 അമ്പയേഴ്സാണ് അതിനകത്ത് കൺട്രോള്. രണ്ടാമത്തെ കാര്യം, ഈ 2 അമ്പയേഴ്സ് ഒരു വോയിസ് ആയിരിക്കണം.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആൾ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു 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 കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു പ്രഷറിലോട്ട് വരില്ലേ. പിന്നെ ഇത് വിത്ത് എക്സ്പീരിയൻസ് നമ്മൾ അതൊന്നും വരത്തില്ല, അത് ഓട്ടോമാറ്റിക്കലി ഒരു കണക്ഷൻ ഇതായിട്ട് വരും. അതങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യും. അതപ്പോൾ ഞാൻ പറയില്ല, ഇത് കം വിത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊക്കെ. നമുക്കിപ്പോൾ പല തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നമുക്കെതിരെ വരും ചില ഡിസിഷൻ എടുത്ത് കഴിയുമ്പോൾ. ഈ ഓഡിയൻസ് സപ്പോർട്ടിന്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ടിനെതിരെയാണ് നമ്മൾ ഡിസിഷനൊക്കെ എടുക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ നമുക്കൊരു സെക്യൂരിറ്റി അവർ തരില്ലേ? എന്തായാലും ഓർഗനൈസേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് സെക്യൂരിറ്റി തരിക എന്നുള്ളത്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓർഗനൈസേഴ്സിന് അവർ ആ ലിസ്റ്റ് ഓഫ് അമ്പയേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും അവരുടെ ഇതാണ്. എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഈവൻ നെതർലാൻഡ്സിൻ്റെ ഇൻസ്റ്റൻസ് ആണെങ്കിലും ഇത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പല ആൾക്കാരും ആ റീപ്ലേ കണ്ട് ഡിസിഷൻസ് കറക്റ്റാണെന്ന് അറിയാം. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഇൻസ്റ്റെഡ് ഓഫ് നമ്മളെ വേളം ഉണ്ടാക്കുന്നതിന് വേറെ റൈറ്റ് ഡിസിഷൻ എന്നുള്ള രീതിയിൽ അവർ എഴുതി. അവർ മാച്ച് തോറ്റുപോയാലും അവർ പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ ഈ അപ്പീൽ വന്നതിൻ്റെ ഇത് വെച്ചിട്ടാണ് മറ്റൊരു ഗ്രൗണ്ട് സപ്പോർട്ടേഴ്സും ഇത് ചെയ്യുന്നത്. പക്ഷേ അവർ റീപ്ലൈ ചെയ്ത് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഡിസിഷനാണ്. പക്ഷേ അതിനകത്തൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചില കൺട്രികളിൽ അവർ ഡിസിഷൻസ് എടുത്ത് അവർ റീപ്ലൈ ചെയ്ത് അവർ കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളെ ഇത് ചെയ്യും. ഇത്രയും പ്രഷർ അവിടെ അവർ തരുന്നത് തിരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ കുറേ രാജ്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇപ്പം അതേപോലെ തന്നെ സാർ നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ ടീം, ആ ടീമിനൊരു വാല്യൂ ഉണ്ട്. സാറിന് വേറെ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ പ്ലേയേഴ്സായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ സാർ ഒരു ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ടീമിന്റെ ഒരു വാല്യൂ അവർ എന്തെങ്കിലും നമ്മളോട് സംസാരിക്കുക അതിനെ കുറിച്ച് ചെയ്യാറുണ്ട്. അവർ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ റിസോഴ്സസ് നമ്മുടെ ടാലൻസ് ഒത്തിരി ഉണ്ട്. ഇവിടെ വലിയ രാജ്യമാണ്, ടാലൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർ ഞാൻ പറയാം, ഇപ്പം ഞാൻ ചെയ്ത T20 അപ്പം ഞാൻ ലെഗംബറായിട്ട് നിന്നിട്ട് എനിക്ക് ചെറിയ ചിരി വരുമായിരുന്നു. അപ്പോൾ ഷബാ ആറാംസെ. അപ്പോൾ ഇന്ത്യയുടെ കളിയാണ് ഇവരെല്ലാം കാണുന്നത്, ഇന്ത്യയാണ് അവർ മിമിക് ചെയ്യുന്നത് എല്ലാം. ഈവൻ ലാംഗ്വേജ് വരെ ഹിന്ദിയാണ് അവർ അവിടെ നൈജീരിയൻ ഹിന്ദിയാണ് അവിടെ പറയുന്നത്. അപ്പം നമുക്കൊരു ഇതാണ്. അപ്പം നാച്ചുറലി അവർ അത്രയാണ് ഇന്ത്യയുടെ ഇത്. ഇപ്പം IPL ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പാണ്. ബോംബെ ഇന്ത്യൻസിന്റെ ഗ്രൂപ്പുണ്ട്, ചെന്നൈ ഇതുണ്ട്. അവിടെ തന്നെ അവർ ഗ്രൂപ്പായിട്ടാണ് പല ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് എന്നോട് പറയും അവരുടെ ടീഷർട്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഇവരുടെ വരണം, എന്നിട്ട് അതിട്ടുകൊണ്ടാണ് ഗ്രൗണ്ടിലൊക്കെ ചില ദിവസം വരുന്നത്. കാരണം അത്രയും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ICCയിലെ BCCയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. അത് ബാക്ക് ടു ആഫ്രിക്കൻ കൺട്രീസ് എല്ലാം ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ട്. ഇപ്പോൾ ആഫ്രിക്കൻ ടീമിൽ നോക്കിയാൽ എങ്ങനെയായാലും ഒരു 2-3 ഇന്ത്യൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അത് ഇതിൻ്റെയൊക്കെ ഒരു പാർട്ട് ഓഫ് ഇതാണ്. ശരി. ഇപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ഫുട്ബോൾ ആയിരുന്നു അവരുടെ ഒരു ഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുട്ബോൾ രാജ്യങ്ങളായിരുന്നു അതല്ല. അവിടെ ഇപ്പോൾ ക്രിക്കറ്റ് ടീമുകൾ വന്നു, ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ വന്നു. ആ ഒരു മാറ്റം എങ്ങനെയാണ് ശരിക്കും പോകുന്നത്? അവിടെ എന്ന് പറഞ്ഞാൽ കുറേ ഇന്ത്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ IT സെക്ടറിലും അങ്ങനെയൊക്കെ. അപ്പോൾ അവർ പതുക്കെ ക്രിക്കറ്റ് കളി തുടങ്ങി. അവിടുത്തെ ലോക്കൽ ബോഡിക്ക് മനസ്സിലായി ICCയുടെ ഫണ്ടിങ് നല്ലപോലെ വരുന്നുണ്ട്. ഈ അസോസിയേറ്റ് കൺട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ICCയുടെ നല്ലപോലെ ഫണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ക്രിക്കറ്റ് ബോഡി ഉണ്ടാക്കി. അപ്പോൾ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഡെവലപ്പ് ചെയ്യണം. പണ്ട് കോച്ചസ് ഇല്ലായിരുന്നു, നല്ല കോച്ചസ് ഇല്ലായിരുന്നു. ഇപ്പോൾ നൈജീരിയയുടെ കാര്യം നോക്കിയാൽ നൈജീരിയയിലെ ലോക്കൽ ആൾക്കാരായിരുന്നു പണ്ട് കോച്ച്. അത് കഴിഞ്ഞ് അവർ അസംഗ ഗുരുസിംഗെ കൊണ്ടുവന്നു, ശ്രീലങ്കൻ ഇൻ്റർനാഷണൽ ആയിരുന്നു ഇത്. ഇപ്പോൾ സ്റ്റീവ് ടിക്ലോ, പഴയ നമ്മുടെ എന്താ പറയുന്ന കെനിയയിലെ സെമി ഫൈനലിൽ വന്ന ക്യാപ്റ്റൻ, ഇപ്പോഴത്തെ അവിടുത്തെ കോച്ചാണ്. അപ്പോൾ അങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ക്രിക്കറ്റിലും. ഓഡിയൻസായി. ഇപ്പം നൈജീരിയയിലെ ഒരു ലാസ്റ്റ് 8 months ആയിട്ട് അവർ സ്കൂൾ ലെവലിൽ പോയിട്ട് സ്കൂളുകളിൽ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത്രയും സ്കൂൾ ലെവലിൽ അവർ കൊണ്ടുവരികയാണ്. അത് ഈ നേഷനൊക്കെ ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും നല്ല സോളിഡ് ടീമാണ്. ഇപ്പം തന്നെ Under-19 ടീമൊക്കെ നല്ലതാണ്. Under-19 അവർ വേൾഡ് കപ്പ് കളിച്ചാണല്ലോ നൈജീരിയ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്.
ഓ, കാരണം ഭയങ്കരമായിട്ട് ഫിസിക്കലി ഈ ഒരു ഗെയിമിനോടൊക്കെ ഭയങ്കര ഭ്രമമുള്ളവരാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അതെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല കോച്ചിങ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. ഇവർക്ക് ഫിസിക്കുണ്ട്, ഇവർക്ക് ആരോഗ്യമുണ്ട്. ഞാൻ പറയട്ടെ, ആ ഫുൾ ഗ്രൗണ്ട് ഒരു 5 പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ അവർക്കൊന്നും ആകത്തില്ലാത്ത രീതിയിൽ എന്നാൽ അത്രയും സ്റ്റാമിന ഇതൊക്കെയുള്ളതാണ്. അവർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. ഗ്രൗണ്ട് ഉണ്ട്, നൈജീരിയയിലാണ് ICCയുടെ ഗ്രൗണ്ടാണ്, വലിയ ഗ്രൗണ്ടാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് മിക്കവാറും ഉള്ളതിനേക്കാളൊക്കെ വലിയ ഗ്രൗണ്ട്, പിന്നെയും കിടക്കുകയാണ് ആ ഗ്രൗണ്ട്. അപ്പം ഫെസിലിറ്റീസ് ഇപ്പോൾ അവർ ഇൻഡോർ ഫെസിലിറ്റീസ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു 7 മാസം മുമ്പ്, നേരത്തെ ഔട്ട്ഡോർ ആയിരുന്നു, ഇപ്പോൾ ഇൻഡോർ ആക്കി. ഇപ്പോൾ അത് ഇൻഡോർ ആയി. അങ്ങനെ ഓരോരോ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം താങ്കൾ പറഞ്ഞാൽ ഗാന ഫുട്ബോൾ മാത്രം കളിക്കുന്ന കൺട്രി ഇപ്പോൾ ഗാന, ഈ വെസ്റ്റ് ആഫ്രിക്കയിലെ വൺ ഓഫ് ദ മെയിൻ കൺട്രിയാണ് ഗാന, നൈജീരിയ. ഇവർ തമ്മിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അവിടുത്തെ. അത്രയും ഇതാണ് അവരുടെ കളി. വരികയാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും ഫീൽഡിൽ. അതുപോലെ കെനിയ, ടാൻസാനിയ വരുന്നു, സിംബാബ്വെ ഓൾറെഡി ഉണ്ട്, സൗത്ത് ആഫ്രിക്ക ഓഫ് കോഴ്സ് ടെസ്റ്റ് പ്ലേ നേഷനാണ്, അത് വേറെ ലെവലാണ്. ബോട്സ്വാന ഉണ്ട്, മലാവി ഉണ്ട്, അങ്ങനെ പല പല രാജ്യങ്ങൾ. റുവാണ്ട വരുന്നു, റുവാണ്ടയിലും ഒരുപാട്. ഞാനവിടെ റുവാണ്ടയിൽ ഒരു T10 ടൂർണമെൻറ്റ് ചെയ്യാനായിട്ട് പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരും ഇതുപോലെ തന്നെയാണ് ഡെവലപ്പായി വരുന്നുണ്ട്, നല്ലപോലെ ഡെവലപ്പായി വരുന്നുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ കോച്ചസ് ഇപ്പോൾ വരുന്നുണ്ട്. ഒത്തിരിയും കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കുറേ ആൾക്കാർ ഔട്ട്സൈഡേഴ്സിനെ അവർ എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിങ് വരുന്നുണ്ട്, അവർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് ഡെവലപ്പ് ചെയ്ത ICCക്ക് അഡ്വാൻറ്റേജ് ആണ്, ഇത്രയും കൂടുതൽ രാജ്യങ്ങൾ വരിക എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മൾ വേൾഡ് കപ്പിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല, ഉഗാണ്ടയുടെ കളിയോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട രാജ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാണ് വലിയ നേഷനായിട്ട് കളിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു ഇത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് എന്തായാലും ഉണ്ടാവും, അത് മാറും തീർച്ചയായിട്ടും. അവിടെയൊക്കെ ഓരോരോ കൺട്രികളിൽ ഇപ്പം നമ്മുടെ IPL പോലെ അവരുടെ ലോക്കൽ വേർഷൻസ് കുറേ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ നൈജീരിയയിൽ പറഞ്ഞത് സ്കൂൾ ലെവലിൽ തുടങ്ങിയവർ. സ്കൂൾ ലെവലിൽ വരുമ്പോഴേക്കും അടുത്ത ജനറേഷൻ പിള്ളേരെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരും. ഫുട്ബോൾ പോലെ തന്നെ കൊണ്ടിരുന്നുണ്ട് അവിടെ. ശരിക്കും ഇപ്പോൾ നമ്മുടെ ടീം ഇന്ത്യ ഓക്കെ നമ്മൾ പക്ഷെ താഴത്തേക്ക് വരുമ്പോൾ ഈ സ്കൂൾ ലെവലിലുള്ള ഒരു കായികപരമായിട്ടുള്ള ഒരു പരിശീലനങ്ങൾ ക്രിക്കറ്റിലേക്ക്, അതൊക്കെ ഇവിടെയും ശരിക്ക് കുറച്ചും കൂടി ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് സാധ്യമാക്കേണ്ടതല്ലേ? എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിക്കറ്റ് ബോഡീസാണ് അത് ചെയ്യേണ്ടത്. ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ചില സ്കൂളുകൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതെനിക്കറിയാം. ഇപ്പം എൻ്റെ മോള് ഗ്ലോബലിലാണ് പഠിക്കുന്നത്. അവരവിടെ ഒരു നെറ്റ്സ് ഒക്കെ ഇട്ടായിരുന്നു. അന്ന് എന്നോട് ചോദിച്ചാൽ എന്താണ് ഇത് ചിട്ട് കഴിഞ്ഞാൽ ഇത് അപ്പം സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, അവരുടെ ഒരു ഫെസിലിറ്റി ആയിട്ട്. ഇപ്പം പല കോളേജിൽ, ഇപ്പം ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ പലയിടത്താണെങ്കിലും പിള്ളേരെ ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് അവർ നോക്കുന്നത് എന്താണ് സ്പോർട്സ് ഫെസിലിറ്റീസ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റ് മെയിനാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു റിലിജനാണ് ക്രിക്കറ്റ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതൊരു എല്ലാവരും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് കുറേ സ്കൂളുകളും കോളേജും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കുറേ എക്സ് ക്രിക്കറ്റേഴ്സിന് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ കോച്ചിങ് ക്യാമ്പ്സ് ഒക്കെ തുടങ്ങുന്നുണ്ട്, കോച്ചിങ് ക്ലാസ്സസ് ഇത് തുടങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും സ്കൂളുകൾക്ക് ഇത് ഞങ്ങളുടെ അവിടെ വന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉണ്ട്. അപ്പം താങ്കളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൂടുതൽ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ചെയ്യാൻ പറ്റും. കാരണം ഇതിനെക്കാട്ടി സൗകര്യങ്ങൾ കുറഞ്ഞ രാജ്യങ്ങളിൽ വരെ ഇതിനെക്കാട്ടി ചെയ്യുന്നുണ്ട് അവർ. അവര് ഇന്ത്യയെ കണ്ടിട്ടാണ് അവർ ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യയെ കണ്ടിട്ടാണ് ചെയ്യും. പക്ഷെ അവർ ഒരു ലെവലിലൂടെ മുന്നോട്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻ ഇപ്പോൾ അടുത്തൊരു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല ഇതായിട്ട് വരും, നല്ല ഷേപ്പപ്പ് ആയിട്ട് വരും. നല്ല പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള ആൾക്കാരുണ്ട്. NCF എന്ന് പറഞ്ഞാൽ നൈജീരിയ ക്രിക്കറ്റ് ഫെഡറേഷൻ, അവർ കൂടുതലും ഈ ഇങ്ങനെയുള്ള കോച്ചസിന് അവർ പൈസ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുക, അവർ അവിടുത്തെ എംപ്ലോയി ആയിട്ട് അവരെ ഇത് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയെ കണ്ടുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ട് അവർ ചിലപ്പോൾ ഇന്ത്യക്ക് മുകളിലെത്താനും സാധ്യതയുണ്ട്. കാരണം അവരുടെ വളർച്ച അതേപോലെയാണ്. നമ്മളെ UK-കാരാണ് നമ്മളെ ക്രിക്കറ്റ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ അതിന്റെ മാസ്റ്റേഴ്സ് പറയുന്നല്ലേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കൺട്രിയും അവരവരുടെ ഫേസിൽ ഡെവലപ്പായി വരും. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇന്ത്യ ടാലൻസ് ഒത്തിരി ഉണ്ട്. ഇന്ത്യ എന്തായാലും എപ്പോഴും ഒരു ടോപ്പ് ലെവലിൽ നിൽക്കാനുള്ള ഒരു കൺട്രിയാണ്. മറ്റേടത്ത് ടാലൻസ് ഇല്ലെന്നല്ല, അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടിയാൽ അവരും ഈ ലെവലിൽ എന്ന് പറഞ്ഞാൽ പേസ് ബൗളേഴ്സ് ഉണ്ട്, നല്ല പേസ് ബൗളേഴ്സാണ്. അപ്പം നൈജീരിയയുടെ കളിയാണെന്നല്ലേ, നല്ല പേസ് ബൗളേഴ്സ് ഉണ്ട്, നല്ല സ്പിന്നേഴ്സ് ഉണ്ട്. അവർക്ക് ചെയ്യാനായിട്ടുള്ള ഇത് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ ഉണ്ട്. അവർ ഡെവലപ്പായി വരും. ആ കോൺഫിഡൻസ് ലെവലിൽ നല്ല മാനേജേഴ്സ്, നല്ല കോച്ചസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മുകളിലേക്ക് വരാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒന്നുകൂടി പറയണം, ഇപ്പോൾ പല രാജ്യങ്ങളിലും പല പ്ലേയേഴ്സും
നമ്മളൊക്കെ ക്രിക്കറ്റ് ദൈവം എന്ന് പറയുന്ന പോലെ സച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നില്ലേ പല സ്ഥലങ്ങളിലും. ഇപ്പം നമ്മുടെ സച്ചിനെ പോലത്തേക്ക് ഒരു വലിയൊരു പ്ലെയർ നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനെ കൂടുതലും പുറം രാജ്യങ്ങളിൽ സംസാരിക്കുന്നത് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഗാർഡനിൽ നമുക്ക് അത്ര വിലയില്ലെന്ന് പറയുന്ന പോലല്ല. അവർ സച്ചിൻ്റെ ഇത് കണ്ട് സച്ചിൻ എങ്ങനെയാണ് കളിക്കുന്നതെന്നുള്ളത് നോക്കി അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം കോച്ചിങ്ങിന് അവിടെ ശനി ഞായറും പിള്ളേർ കോച്ചിങ്ങിന് വരും. അപ്പോൾ ഈ കോച്ചസ് പറഞ്ഞു കൊടുക്കുന്ന കാണണം, നിങ്ങൾ പോയി ആ വീഡിയോ കാണണം, സച്ചിൻ എങ്ങനെയാണ് അത് ഹിറ്റ് ചെയ്ത് ഇത് കാണണം, ഇത്രയും കൊണ്ട് റിലാക്സ് ആയിട്ട് കളിക്കണം. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ത്യൻ പ്ലേയേഴ്സിനെയാണ് കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത്. അവരെ കണ്ടിട്ട് വേണം നിങ്ങൾ ഗ്രോ ചെയ്യാൻ എന്നുള്ളത്. അപ്പം നമ്മുടെ ഇതിനേക്കാളും കൂടുതൽ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കോച്ചിങ് ഫെസിലിറ്റീസ് ഇല്ല. കോച്ചിങ് ഫെസിലിറ്റീസ് ഇല്ലാതെ വരുമ്പം ഇവർ ഈ പ്ലേയേഴ്സിനെ കണ്ട് അവരുടെ ഷോട്ട്സ് എങ്ങനെയാണെന്നുള്ളത് അത് വന്ന് നെറ്റ്സിൽ മിമിക്ക് ചെയ്ത് അത് പഠിച്ച് അങ്ങനെയാണ് ഇത് ചെയ്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കോച്ചസ് വന്നുകൊണ്ട് കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കാൻ ടെക്നിക്കലായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടാണ് സ്റ്റൈലാണോ അവർക്ക് നമ്മുടെ സ്റ്റൈല് നമ്മുടെ ഇത് ഞാൻ പറഞ്ഞില്ല, ഈവൻ ലാംഗ്വേജ് വരെ ആയി, ലാംഗ്വേജ് വരെ പറയുന്നത്. ഓക്കെ ഈ പിന്നെ അതേപോലെ സാർ കുറച്ച് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ പണ്ടത്തെ ഇപ്പോഴത്തെ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ റിവ്യൂ സിസ്റ്റം വന്നിട്ടില്ല. ഇപ്പോൾ റിവ്യൂ സിസ്റ്റം വന്നപ്പോൾ ഇപ്പോൾ കുറേ ഹെൽപ്ഫുള്ളാണത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്പയറിൻ്റെ ഡിസിഷനാണ്, അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ കൂടി ഈസിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാറൊക്കെ ഇപ്പോൾ ഫേസ് ചെയ്ത് വരുമ്പോൾ സാറിന് അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും സാറിൻ്റെ ഗുരുക്കന്മാരായിരിക്കാം, ഞങ്ങളൊക്കെ ഉള്ള ടൈമിൽ അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ റിവ്യൂ സിസ്റ്റം വന്നപ്പോഴേക്കും നമ്മുടെ ഒരു തേർഡ് ഹാൻഡ് എന്ന് വേണേൽ പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു ഹെൽപ്പിംഗ് ഹാൻഡാണ്. അത് നമ്മുടെ ഒരു കുറച്ചുകൂടി ഒന്ന് കോൺഫിഡൻസ് ലെവൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ഒരാളുണ്ട്. ആൾ റിവ്യൂ ചെയ്ത് ആൾ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഇത് പറയും. അതിനകത്ത് 2-3 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ആ ഒരു അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടെ ഈസി ആക്കും. മറ്റേന്ന് പറഞ്ഞാൽ മറ്റേ ടീം ആ ഡിസിഷൻ ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഇതിൽ കളിക്ക് മനസ്സിലുണ്ടെങ്കിലും വെളിയിൽ കാണിച്ചില്ലെങ്കിലും അത് ഒരു ഇത് കാണും. ഇത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും കാണുന്നതാണ്, നമ്മൾ TV കാണുന്നതാണ്, അവരും കാണുന്നതാണ്, ഇവരും കാണുന്നതാണ്, ഡിസിഷൻസ് അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ തേർഡ് എംപയർ റിവ്യൂസ് ഒക്കെ വരുന്നത് നമുക്ക് കുറച്ചുകൂടി ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ശരിക്കും ഇത്രയൊക്കെ സിസ്റ്റം ഉണ്ടായിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മളൊരു മാച്ചിൽ നമ്മുടെ സൂര്യകുമാർ ഒരു ക്യാച്ച് എടുത്തത് ഭയങ്കര ഇപ്പോഴും വിവാദത്തിൽ നിൽക്കുന്നത്. ആ ടൈമിൽ അത് ക്യാച്ചാണെന്ന് പറയുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അല്ല അത് ബൗണ്ടറി ലൈനിലാണ്, അങ്ങനെ ഒരു ഈ ഇത്രയും സിസ്റ്റം ഉണ്ടായിട്ടും അത് അന്ന് ആ അമ്പയർ എടുത്ത ഡിസിഷൻ, തേർഡ് എംപയർ എടുത്ത ഡിസിഷൻ റൈറ്റ് ഡിസിഷനാണ്. പിന്നെ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ അതിനെപ്പറ്റി നോക്കേണ്ട ആവശ്യമില്ല. ആ അമ്പയർ ആ സമയത്ത് ഡിസിഷൻ എടുത്ത കറക്റ്റാണ്, തീരുമാനമാണ്, അത്രേ ഉള്ളൂ. എപ്പോഴും വാല്യൂ അതിന് തന്നെയാണ്, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഓൺ ഫീൽഡിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തെന്ന് വെച്ചോ, അത് നമ്മുടെ ഡിസിഷനാണ്, അതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനൊന്നും ഇല്ല. ഇപ്പം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തേർഡ് എംപയറിനോട് ചോദിക്കുന്നു, അപ്പോൾ അത് സ്ക്രീനിൽ എല്ലാവരും കാണുന്നു, തേർഡ് എംപയർ ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു, യൂണിറ്റ് മൂവ് ഓൺ. കാരണം അതിനകത്ത് അവർ സൂം ചെയ്ത് ക്യാമറ അതിനകത്തുള്ള ഇതെല്ലാം വെച്ച് നോക്കിയിട്ടാണ്. ഒരു ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ദ ഗെയിമാണ്. ആ ക്യാച്ച് അത് 6 ആയിരുന്നെങ്കിൽ കളി മാറി. ആ ഒരു ടൈമിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസിഷൻ എടുക്കാൻ അമ്പയറിനെ പ്രേരിപ്പിക്കുന്ന അത് കറക്റ്റ് ടൈം ആയിരിക്കും. അതെ, അമ്പയറിന് ശരിക്കും പ്രഷർ കാണത്തില്ലെന്നല്ല, ഹ്യൂമൻ ബീങ് ആണ്, പ്രഷർ കാണാതിരിക്കത്തില്ല. പക്ഷെ പുള്ളിക്ക് ആ സമയത്ത് ഡിസിഷൻ കറക്റ്റായിട്ട് എന്താന്നുള്ള ഇത് പുള്ളി ഇന്ത്യക്കാരനും അല്ലായിരുന്നു, സൗത്ത് ആഫ്രിക്കനും അല്ലായിരുന്നു. പുള്ളി നോൺ 2 കൺട്രി കളിക്കുന്ന ആളുമല്ല. പുള്ളിക്ക് ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈവൻ ഇന്ത്യക്കാരനാണെങ്കിലും അതിനകത്ത് ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തേ പറ്റൂ. അത് അതിന്റെ ശേഷം എന്തുണ്ടാവുന്നുള്ളതല്ല, അതിലാണ് കാര്യം. ആ ഒരു ഡിസിഷൻ വന്നു, ഡിസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞു, ആ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിനകത്ത് മുന്നോട്ട് വരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആൾക്കാർക്ക് ഇപ്പം ഒരു സൗത്ത് ആഫ്രിക്കൻ പറയും അത് തൊട്ടോ എന്ന് എനിക്കൊരു സംശയം. അത് വേറൊരാൾ പറയുമ്പോൾ അത് തൊട്ടു, അങ്ങനെ ഒരു ഇത് വരുന്നതാണ്. അത് ഹ്യൂമൻ നേച്ചറാണ്, അതിനെപ്പറ്റി നമ്മൾ ഇത് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ സാറ് ഫേസ് ചെയ്തിട്ടില്ല? ഇത്ര ടെൻഷൻ ആയിട്ടുള്ള ഒരു നമുക്ക് വന്നിട്ടുണ്ട്, എനിക്ക് പല ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ബൗണ്ടറി ലൈനിൽ ക്യാച്ച് എടുത്തിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന ചില അന്ന് ഇപ്പോൾ ടൂർണമെൻറ്റ് സമയത്ത് നമുക്ക് TV കാണത്തില്ലായിരിക്കും, നമ്മൾ അവിടെ പോയി നോക്കും, ഇത് കാണും, അവിടെ നമുക്ക് അറിയാൻ പറ്റും എത്ര അതിനകത്ത് ഇത് വരുന്നത്. ഒരു ക്യാച്ച് എടുക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഫീൽഡറിൻ്റെ കാല്
ഇച്ചിരി അവിടെ ഇവിടെ ഇത് വരും, നമുക്കൊരു ഫുഡ് മാർക്ക് കിട്ടും. ശരി. അപ്പോൾ അങ്ങനെ പോയി നോക്കിയിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു 4-5 ഇൻസ്റ്റൻസ് വന്നിട്ടുണ്ട്, ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പ്ലേയേഴ്സിനോട് ചോദിക്കും, മിക്കവാറും ഉള്ള പ്ലേയേഴ്സ് ഫെയർ ആയിരിക്കും, അവർ ഇതായിരിക്കും, ഈ 1-2 ആൾക്കാരെ കാണത്തുള്ളൂ ഇതുപോലെ അല്ല എന്ന് പറയുന്നത്. അപ്പം നമ്മളത് നോക്കിയിട്ട് ഡിസിഷൻസ് എടുത്ത് വിട്ടിട്ടുണ്ട്. അതിനകത്ത് കോൺട്രവേഴ്സി അവർക്ക് തോന്നിയാൽ അവരുടെ പ്രോബ്ലമാണ്, നമ്മുടെ ഡിസിഷനാണ് ആ സമയത്ത്. കാരണം നമ്മൾ ഈ ഇത്രയും ഇതിൽ കാണണം, നമുക്ക് ബൗണ്ടറി ലൈൻ എന്തായാലും കാണാൻ പറ്റും. അതിനകത്ത് ഈ ചെറിയ എന്താ പറയുന്നത് പുല്ല് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ രണ്ട് അമ്പയർസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇതായിരിക്കണം, നല്ല ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. നമ്മളിപ്പം ഒരു ബൗളർ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പം ബാറ്റ്സ്മാൻ ഔട്ട് ഓഫ് ക്രീസ് ആയിരിക്കും. അപ്പം ലെഗ് അമ്പയർ ഈ കൈ കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതിൽ കൈ പുറകെ കെട്ടാൻ പാടില്ല, അതെപ്പോഴും കൈ ഇങ്ങനെ തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻ വെളിയിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണിക്കും, അപ്പം മെയിൻ അമ്പയറിന് അറിയാം ആൾ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടെന്നുള്ളത്. അതൊന്നും നമ്മൾ ശരിയായിട്ട് കാണുന്നില്ല ഇതുള്ളത്. ഇപ്പം നമുക്കൊരു ഇത് വന്നു, കാലെ കൊണ്ടിട്ടാണ് പോകുന്നത് നമുക്ക് തോന്നി, അപ്പം ബാറ്റും ഇത് കൊണ്ടുവന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇത് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കും. അപ്പോൾ പുള്ളിക്ക് സിഗ്നൽ കിട്ടി, അല്ലെങ്കിൽ ഗ്ലൗസെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കാണിക്കും. അത് നമ്മൾ ക്യാമറയിലും എങ്ങും കാണത്തില്ല. അങ്ങനത്തെ ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അമ്പയേഴ്സ് വെരി ക്രിട്ടിക്കലാണ്. നമ്മൾ അത് നോക്കണേ. ഇപ്പം ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരു 50 ഓവേഴ്സ് മാച്ച് ചെയ്ത സമയത്ത് മാൻകാൻഡി ഇതില്ലേ നമ്മൾ എറിഞ്ഞിട്ട് ഇത് ചെയ്യുന്നില്ലേ, അപ്പോൾ ലെഗ് അമ്പയർ നോക്കുന്നുണ്ട് ഇയാളെ എങ്ങനെ ഇത് ചെയ്യുന്നത്, എറിയുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുന്നുണ്ട്. അപ്പം നേരെയുള്ള അമ്പയർ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള അമ്പയർ ബൗളർ അമ്പയർ എന്ന് പറയും. ബൗളറിൻ്റെ അമ്പയർ നോക്കുന്നില്ല, അത് പുള്ളി അവർ നോക്കുന്നത് നോബോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നുള്ളൂ. മറ്റേ അമ്പയറാണ് നോക്കുന്നത് ആ പുള്ളിയുടെ ഏത് റിലീസിലാണ് പുള്ളി വിക്കറ്റ് എടുത്തതെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആ 90 ഡിഗ്രി മേളിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് അത് അതിൻ്റെ റൂൾ വെച്ചിട്ട്. അപ്പോൾ അതുവരെ അവിടെ നിന്ന് നോക്കണം, നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കണം. അപ്പോൾ അത്രയും കമ്മ്യൂണിക്കേഷനും എത്ര ചെയ്ത് നമ്മൾ ഈ കാണുന്ന ഈ ഔട്ടും നോബിളും അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത്. പിന്നെ അതിനകത്ത് നമ്മളിപ്പോൾ നോക്കുന്നത്, പിന്നെ ഇന്റർനാഷണൽ മാച്ച് വരുമ്പോഴേക്കും ഇന്നത്തെ കാൽക്കുലേഷൻസ് ഒക്കെ ഭയങ്കര ഇതാണ്, ക്രിട്ടിക്കൽസ് ആണ്. ഒരു ഫീൽഡ് റേഞ്ചറായിട്ട് പോകുന്നു, ആളെപ്പോൾ തിരിച്ചു വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇന്നിങ്സ് ബ്രേക്ക് ഉണ്ടാകുന്നുണ്ടോ, അതിനകത്ത് മഴ വന്ന് ഇതാകുന്നുണ്ടോ, അതിനകത്തൊക്കെ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. അതൊക്കെ കുറച്ച് ക്രിട്ടിക്കലാണ്. ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ആകുമ്പോൾ നമുക്ക് സപ്പോർട്ടുണ്ട്. മറ്റേ ലോക്കൽ ഇപ്പോൾ ടൂർണമെൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പേപ്പറൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെച്ചത് കാൽക്കുലേറ്റ് ചെയ്തെല്ലാം നോക്കണം. അപ്പം ഇടയ്ക്ക് മഴ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര മിനിറ്റ്സ് അതിനകത്ത് ഫ്ലെക്സിബിൾ ആഡഡ് ടൈംസ് ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കണം. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതെ. പിന്നെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചുള്ള കുറേ ആളുകൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ. അതായത് ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ പ്ലെയർ ഭയങ്കരമായിട്ട് നമ്മളടുത്ത് ഷൗട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുകയും അങ്ങനത്തെ രീതിയിലുള്ള ഇതൊക്കെ അമ്പയർ ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ ആ ഒരു ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണോ, അല്ലെങ്കിൽ ആ ടൈമിൽ അവർക്ക് എല്ലാവർക്കും കളി ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനകത്ത് എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചില എക്സ്പ്രസീവ് അല്ലാത്ത ആൾക്കാരുണ്ടാവും. ഈ ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിസിഷൻ കഴിഞ്ഞു, അവിടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. അല്ല അതിനകത്ത് കൂടുതലായിട്ട് ആർഗ്യൂ ചെയ്യാനോ. കൺട്രീസ് ലൈക്ക് സൗത്ത് ആഫ്രിക്കയിൽ നമ്മളോട് വന്ന് ചോദിക്കും, അവിടെ അമ്പയേഴ്സിനെ അമ്പി എന്നാണ് വിളിക്കുന്നത്, അമ്പി വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി, അവർ നമ്മളോട് ചോദിക്കുന്നതാണ്, അല്ലാതെ ആർഗ്യുമെൻ്റ് അല്ല. തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ചില രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ നോക്കണ്ട, അത് കഴിഞ്ഞു, അടുത്ത ബോളർ ചെയ്യാനായിട്ട് അവരോട് പറയാം, അത്രേ ഉള്ളൂ. ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വാർണിങ്സ് ഇതൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് റൂൾസ് ഞാൻ പറഞ്ഞ പ്ലേയിങ് കണ്ടീഷനിൽ ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വാൺ ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ട്, റൂൾസ് ഉണ്ട്. പിന്നെ ടൈം വേസ്റ്റിംഗ്, ഈ ഓവർ അപ്പീൽ ചെയ്ത് അവർ സമയം കളയുന്നതിന് ടൈം വേസ്റ്റിംഗ് ഉണ്ടാവും. ബോൾ വലിച്ചെറിയുന്നതിന് പെനാൽറ്റീസ് ഉണ്ട്. ഇപ്പം 5 റൺ പെനാൽറ്റീസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അത് പിച്ച് നമ്മൾ ടൈം വേസ്റ്റിങ്. ഇപ്പം എല്ലാ മാച്ചും വിത്തിൻ ടൈം ലൈന് നമ്മൾ തീർക്കണമെന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഇതുപോലെ അപ്പീൽ ചെയ്ത് കുറച്ച് നേരം ചിലപ്പോൾ അവർ അപ്പീൽ ചെയ്ത് അവിടെ എവിടെയും വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും. അത് നമ്മളെ ബാധിക്കുന്നതല്ല, അപ്പോൾ അവരുടെ ഓവറോൾ ടൈമിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അവരത് ചെയ്തില്ലെങ്കിൽ ഇപ്പം 19 ഓവേഴ്സ് അവർ ടൈം ലിമിറ്റ് തീർന്നെന്ന് വെച്ചാൽ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഫീൽഡറിനെ അകത്തിടേണ്ടി വരും. ചില പ്ലേയിങ് കണ്ടീഷനിൽ അവർ പറയും പെനാൽറ്റി റൺസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ പല ഇതുണ്ട്. അപ്പം ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, അപ്പം അങ്ങനെ വരുമ്പം ടൈം വേസ്റ്റിംഗ്
ഡെലിബറേറ്റ് ടൈം വേസ്റ്റിംഗ് ഉണ്ട്, ബാറ്റ്സ്മാൻമാരുടെ ഡെലിവറി ടൈം വേസ്റ്റിംഗ് ഉണ്ട്, ബൗളേഴ്സിൻ്റെ ടൈം ഡെലിബറേറ്റ് ഉണ്ട്. പിന്നെ പിച്ച് ഇത് ചെയ്യുന്ന ഈ പിച്ചിൽ ബോൾ എറിയുന്ന ചില കീപ്പേഴ്സിൻ്റെ ഒരു ഇതുണ്ട്, പിച്ചിലോട്ട് ബോൾ എറിയും. അപ്പം പിച്ച് കുറച്ച് ബ്രേക്ക് ആവും. അപ്പം നമ്മൾ ഒരു വാർണിംഗ് കൊടുക്കും, രണ്ടാമത്തെ വാർണിംഗ് കൊടുത്തിട്ട് ചിലപ്പം വാൺ ചെയ്ത് വിടേണ്ടി വരും ആളിനെ. പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ആൾക്കാർ ചെയ്യാറില്ല. എന്നാൽ അത് അവിടെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമുണ്ട് ചില കീപ്പേഴ്സിന്. അവർ ഇട്ട് കൊടുക്കുന്നതാണ്, പക്ഷെ അങ്ങനെ ഒരു എത്തത്തില്ല. നേരെ ഇത് ചെയ്യുന്ന ചിലപ്പം ഡേഞ്ചർ എൻഡിലായിരിക്കും അവരുടെ ബോൾ വീഴുന്നതൊക്കെ. അപ്പം അതൊക്കെ അഫക്റ്റ് ചെയ്യും, ഇത് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഈ അമ്പയേഴ്സ് 2 പേര് നമ്മൾ ഈ നമ്മുടെ ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ അമ്പയർ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറം വരുന്നിടം വരെ നമ്മൾ ആ പിച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ ഒരു ചില ബൗളേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ ആ പിച്ചിൻ്റെ അടുത്ത് വന്നിട്ട് പതുക്കെ അറിയാൻ വയ്യാതെ കാലുകൊണ്ടൊരു തട്ട് കൊടുക്കും, ഒന്ന് ഇളക്കിയൊക്കെ വിടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ പെനാൽറ്റി ഇതിലോട്ട് വരുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിച്ച് ഇത് ചെയ്യുന്നതിനൊക്കെ ആയിട്ടുള്ളത്. അതിനൊക്കെ പല പല ഇതുണ്ട്, നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പം സൗത്ത് ആഫ്രിക്കയിലാണ് അതിനൊരു ഫോമുണ്ട്, നമ്മളത് ഇത് ചെയ്യുക. നമ്മുടെ അവരുടെ ക്യാപ്റ്റനോട് പറയുക ഇന്ന സംഭവം നടന്നിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റിൽ കുറച്ച് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്തായിരുന്നു ഒരു ടൂർണമെൻറ്റിൽ. അപ്പം ഇത് വന്നപ്പോഴേക്കും നമ്മൾ ആ ക്യാപ്റ്റനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ജെല്ലായി കാണത്തില്ലായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള അമ്പയറാണ് പറഞ്ഞത് അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ബട്ട് ക്യാപ്റ്റനോട് നമ്മൾ പറയണമെന്നുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽഡിനകത്ത് നടക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ റിപ്പോർട്ട്സ് ഉണ്ട്. ഇപ്പം അമ്പയേഴ്സിൻ്റെ റിപ്പോർട്ട്സ് ഉണ്ട്, പെർഫോമൻസ് റിപ്പോർട്ട്സ് ഉണ്ട്, ടീംസിൻ്റെ ഇത് നമ്മളായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അമ്പയേഴ്സ് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ മെക്കാനിസം ഇതിൻ്റെ പുറകിലുണ്ട്, പേപ്പർ വർക്ക് ഒത്തിരി ഉണ്ട്. ഓക്കെ സാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അത് ഒരാളെയും ബാധിക്കാത്ത രീതിയിൽ ഞാൻ ചോദിക്കുകയുണ്ടോ, കാരണം ഇതൊരു ടീമിന് വേണ്ടിയിട്ടോ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കളി ജയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരുപാട് കള്ളത്തരങ്ങളുണ്ടാവും, കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ ഗ്രൗണ്ടിൽ. ഇപ്പോൾ സാറ് പറഞ്ഞാൽ ഈ പിച്ചിൽ തട്ടുന്ന പോലെ കളി ജയിക്കാൻ വേണ്ടി പ്ലെയേഴ്സ് ചെയ്യുന്ന ഒരുപാട് കള്ളത്തരങ്ങൾ ഈ ഗ്രൗണ്ടിനകത്ത് നടക്കുന്നുണ്ടാവും. അതെല്ലാം ഒരേപോലെ ഈ 2 അമ്പയർമാർ ശ്രദ്ധിക്കാൻ വേണം. അങ്ങനെ കാണിക്കുന്ന ഒരു കള്ളത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളെ ഒന്ന്, ഈ അമ്പയേഴ്സ് പ്ലേയേഴ്സ് ആണെങ്കിൽ അവർക്ക് മൈൻഡ് സെറ്റ് അതിനകത്തുണ്ട്, ഇവർ ഇതൊക്കെയൊക്കെ കാണിക്കത്തുള്ളെന്ന്. രണ്ടാമത് ഈ ബോൾ വലിച്ചെറിയുന്ന കാര്യം, ബോള് ഗ്രൗണ്ടിൽ ഉരയ്ക്കുന്ന കാര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഔട്ടായെന്ന് വെച്ചോ, ഔട്ടായി കഴിഞ്ഞാൽ ബോൾ നമ്മൾ അമ്പയേഴ്സ് മേടിക്കുകയാണ്, അവരുടെ കൈ വെക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ കൈ വെക്കുന്ന അത്രയും ആൾക്കാർ നിൽക്കുന്നതിനിടയ്ക്ക് എന്ത് നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ബോൾ തിരിച്ച് മേടിക്കും. ബാറ്റ്സ്മാൻമാർ ഈ പിച്ചിൻ്റെ നടുക്കൂടെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇന്നിങ്സ് അവരായിരിക്കും ബോൾ ചെയ്യുന്നത്. ആ ഡേഞ്ചർ എൻഡിൽ കൂടെ ഓടുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അവരുടെ സ്പിന്നേഴ്സ് ഉണ്ട്, അവർ ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് അവരോട് പറയും. സാധാരണ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ അപ്കമ്മിങ് പുതിയ ആൾക്കാരൊക്കെ അറിയാൻ വയ്യാതെ അവർക്ക് ഇത് അങ്ങനെ ചെയ്യുമ്പോഴേ ഉള്ളൂ ഇത്. അല്ലാതെ കള്ളത്തരങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഈ പിച്ചിൽ അതുകൊണ്ടാണ് അമ്പയേഴ്സ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തു. ബോൾ മേടിക്കുമ്പോഴേക്കും അത് അവോയ്ഡ് ചെയ്തു. ബോൾ ടാമ്പറിങ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒരു അമ്പയർ ഇപ്പോൾ ഒരു 6 പോയി കഴിഞ്ഞാൽ ബോൾ ഒരു ഹാബിറ്റ് ആയിരിക്കണം, ബോൾ തിരിച്ച് മേടിച്ച് നോക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ബോളിൻ്റെ പ്രശ്നം കൊണ്ട് എന്താ പറയുക, നമ്മുടെ ബാറ്റ്സ്മാൻമാർ കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. കള്ളത്തരങ്ങൾ കാണിക്കും, നമ്മൾ അവരെക്കാൾ ഒരു സ്റ്റെപ്പ് മേളിൽ നിൽക്കുക എന്നുള്ളേ ഉള്ളൂ. ശരി. ഇപ്പോൾ സാറിൻ്റെ ഉള്ളിൽ ഒരു വേൾഡ് വൈഡ് മൊത്തത്തിലൊരു ടീം സാറ് രൂപീകരിക്കുന്നതായിരിക്കും, ഒരു ഗ്രേറ്റ് 11. അതിലാരൊക്കെ ആയിരിക്കും പ്ലേയേഴ്സ് വെച്ച് നോക്കിയാൽ പല അങ്ങനെ ബോളേഴ്സൊക്കെ വെച്ച് നോക്കിയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കീപ്പർ, ഇപ്പം ഞാനൊരു കീപ്പറാണ്. അപ്പം നമ്മളെപ്പോഴും കീപ്പേഴ്സിനെ വാച്ച് ചെയ്യാറുണ്ട്. ശരി. ഇപ്പം നമ്മുടെ ഒരു കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ഋഷഭ് പന്ത്, പുള്ളി ഒരു കംപ്ലീറ്റ് പ്ലെയർ എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾ അത്ര എഫേർട്ട് ഇട്ട് പേഷ്യൻസ് ലെവൽ വെച്ച് പുള്ളി തിരിച്ച് വേൾഡ് കപ്പിൽ വന്ന് വേൾഡ് കപ്പിലെ കുറേ ക്യാച്ചസ് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് തോന്നുന്നില്ല. എന്നാൽ അതൊക്കെ ഒരു ഡെഡിക്കേഷൻ. അതുപോലെ യുവരാജ് സിംഗ് നമ്മുടെ ഒരു എന്താ പറയുന്നത് മറന്നുപോയൊരു പ്ലെയറാണ്. പുള്ളി നമ്മൾ എത്ര കളി ജയിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അതൊരു ഇന്ത്യയുടെ ഒരു വലിയൊരു ഇതാണ്. അപ്പം ബാക്ക് ടു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് വരുന്നത് കഴിഞ്ഞാൽ ഋഷഭ് പന്താണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് രോഹിത് ശർമ്മ ഓപ്പണിങ്ങിന് വരുന്നത്. വൺ ഡൗൺ വരുന്നതാണ് കോഹ്ലി. അതിനകത്ത് ഇത് വരുന്നില്ല, പുള്ളി ഓപ്പണിങ്ങിന് ഉള്ള ആളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലേയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹെൻറി കാൾസൺ മിഡിൽ ഓർഡർ, പുള്ളിയും കീപ്പറാണ്, ബാക്കപ്പ് കീപ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പുള്ളി ഇതാണ്.
പിന്നെ വരുന്നത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ നിക്കലസ്, USA ക്യാപ്റ്റൻ. ഒരു മെറ്റീരിയലാണ്, പക്ഷേ പുള്ളി ഇഞ്ചുറി ആയിപ്പോയതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. പുള്ളി ഒരു നല്ലൊരു അപ്കമിങ് പ്ലെയർ ആണ്. ന്യൂസിലാൻഡിൽ എനിക്ക് അത്രയും തോന്നുന്നില്ല അവരത്ര ഇതാണെന്നുള്ളത്. ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ആൻഡേഴ്സൺ റിട്ടയർ ആയി. ആൻഡേഴ്സൺ ഈസ് എ കംപ്ലീറ്റ് പ്ലെയർ. പിന്നെ അവരുടെ ഇത് ഇപ്പൊ പറയുമ്പോൾ ഞാൻ എല്ലാം കീപ്പറായി പോയിരുന്നുണ്ട്. ഞാനൊരു കീപ്പറായതുകൊണ്ടല്ലേ. ജോസ് ബട്ട്ലർ അതൊരു കംപ്ലീറ്റ് ബാറ്റ്സ്മാൻ ആണ്. ഓപ്പണിങ്ങിന്റെ സ്ലോട്ടിൽ രോഹിത് ശർമ്മയോട് ഇറങ്ങാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ ബൗളിങ്ങിൽ ബുംറ, ഓഫ് കോഴ്സ് ബുംറയാണ് അതിനകത്ത് ഇത് വരുന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്കൻ 2 പേരുണ്ടാവും അതിനകത്ത്, റബഡ, അതൊക്കെ ബൗളേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് വരുന്നതാണ്. സ്പിന്നേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് ഓഫ് കോഴ്സ് നമ്മുടെ കുൽദീപ് 100% പുള്ളിയാണ് അതിനകത്ത് വരേണ്ടത്. പിന്നെ ഉള്ളത് ഓസ്ട്രേലിയയുടെ ഒരു ബോളറുണ്ട്, ഒരു സ്പിന്നറുണ്ട്. അങ്ങനെ നല്ലൊരു ടീം എന്താണ് സാറിന്റെ ലിസ്റ്റിൽ വരുന്നത്? ഇനിയുണ്ട്, പക്ഷേ ഉണ്ട്. ഇപ്പൊ എല്ലാ പേര് പെട്ടെന്ന് ചോദിച്ചോണ്ട് ഞാൻ എല്ലാവരുടെ പേര് ഓർക്കുന്നില്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഇപ്പൊ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, എനിക്ക് പല കൾച്ചർ അറിയാൻ പറ്റും. അപ്പോൾ ഈ പല കൾച്ചർ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് പാട്. ഇവരെല്ലാം അവരവരുടെ സ്പേസിൽ വെർട്ടിക്കലിൽ ഭയങ്കര പ്ലെയേഴ്സാണ്. ഇവരെയൊക്കെ കോച്ച് ചെയ്യുന്ന ആളുടെ കാര്യമാണ് കഷ്ടം. കാരണം ഇത്രയും ഈഗോയും മൈൻഡ് സെറ്റും ഒക്കെയുള്ള ആൾക്കാരെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഈ IPL ടീമിലൊക്കെ ചില സമയത്ത് ചില കോച്ചുകളുടെ ചലഞ്ചസ് അതാണ് ഈ ഗംഭീറിൻ്റെ അഡ്വാൻറ്റേജ് വന്നത് പറഞ്ഞാൽ പുള്ളിക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാം. പുള്ളി ഇച്ചിരി അഗ്രസീവാണ്. പുള്ളി പ്ലെയർ ആയിരുന്ന സമയത്തും അഗ്രസീവാണ്. ഇപ്പം കോച്ചായിരുന്ന സമയത്ത് ഇനിയും കാണാം നമുക്ക് ടീം കുറച്ച് അഗ്രസീവ് ആയിരിക്കും. ജയിച്ചു എന്നുള്ള രീതിയിൽ പുള്ളി ആ ഒരു അഗ്രസീവ്നെസ് കൊണ്ടുവരുന്നത്. അപ്പം എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരിക, വലിയ വലിയ നെയിംസിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ. കോച്ച് ചെയ്യുന്ന ആളുടെ കാര്യം കഷ്ടമാണ്. തീർച്ചയായും. അതുപോലെ ഈ ഒരു ബെസ്റ്റ് കൺട്രീസ് ഇപ്പോൾ നമ്മൾ ഈ മാച്ച് കളിക്കുന്ന ലെവലിലല്ലാതെ സാറിന് ഇത്രയും ലെവലിൽ ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചാൽ ഏറ്റവും നല്ല ടീമുകൾ ഒരു 5 രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഒരു 5 രാജ്യങ്ങൾ എടുക്കണമെങ്കിൽ ഏതൊക്കെ വരും? ഓഫ് കോഴ്സ് ഇന്ത്യയാണ് നമ്പർ 1 വരുന്നത്. അതിനകത്ത് വേറെ ഇതില്ല. രണ്ടാമത്തെ ഓസ്ട്രേലിയയാണ്. സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ വന്നാലും സൗത്ത് ആഫ്രിക്ക എനിക്ക് തോന്നുന്നു 5-ലേ വരത്തുള്ളൂ. ഓസ്ട്രേലിയയാണ് രണ്ടാമത് വരുന്നത്. 3 ഡെഫിനറ്റ്ലി പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഒരു മെറ്റീരിയലാണ്. അതിനകത്ത് എന്താ പറയുന്നത്, കേരണ്ട ഒരു ഇതാണ്. പിന്നെ ഇംഗ്ലണ്ട്, പിന്നെ സൗത്ത് ആഫ്രിക്ക. അതാണ് ഒരു 5 ടീം പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള. ഇനി ഫ്യൂച്ചർ മാച്ചുകൾ ഏതൊക്കെയാണ് വരുന്നത്? ഓക്കെ, ഇപ്പം ഞാൻ ICCയുടെ ഡേറ്റാബേസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അലൊക്കേഷൻ നമുക്ക് അവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഇപ്പം നടക്കുന്ന ടൂർണമെൻ്റ് എന്ന് പറഞ്ഞാൽ Under-19 വേൾഡ് കപ്പ് ഇപ്പം നടക്കുന്നുണ്ട്. അതിൻ്റെ ആഫ്രിക്ക റീജിയനാണ്. ഏഷ്യ റീജിയനിൽ വേറെ നടക്കുന്നുണ്ട്. ആഫ്രിക്ക റീജിയൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആഫ്രിക്ക റീജിയനിൽ നിന്ന് ഇപ്പം വരുന്നത് തന്നെ 4 സ്റ്റേജ് ഉണ്ട്. അതിലൊരു സ്റ്റേജിൽ ഇപ്പോൾ 2 പേരെ അലൊക്കേറ്റഡ് ആയി. ഇനി ഞങ്ങൾ 6 പേരുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ അലൊക്കേറ്റ് ചെയ്യുക അതിൽ, അല്ലെങ്കിൽ ODI 2026 വേൾഡ് കപ്പിൻ്റെ ODI വരുന്നുണ്ട്. അതിൻ്റെ ക്വാളിഫയർ നടക്കുന്നുണ്ട് ആഫ്രിക്കയിൽ. അപ്പോൾ അതിൻ്റെ അലൊക്കേഷൻ ആയിരിക്കും വരുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ 7 നേഷൻ ടൂർണമെൻറ്റ് നൈജീരിയ വരുന്നുണ്ട്. അത് നവംബറിൽ എന്തായാലും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ഔട്ട്ലുക്ക്. അപ്പം ജോലിയുടെ ഭാഗമായിട്ട് അവധിയെടുത്ത് പോയി ചെയ്യും. ഇതെല്ലാം ഇതിൻ്റെ കൂടെ മാനേജ് ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ട്. ലക്ലി ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ മാനേജർ അത്ര വലിയ കുഴപ്പമില്ല. പുള്ളി ഇച്ചിരി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതെ, ഇച്ചിരി പുള്ളിയും കൂടെ ക്രിക്കറ്റ് ക്രേസ് ആക്കിയോണ്ട് പുള്ളിക്കും വലിയ കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഇപ്പോൾ ഓരോ പ്ലെയേഴ്സ് വിരമിക്കുമല്ലോ. ഇപ്പോൾ സച്ചിൻ, സേവാങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പുതിയ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പേഴ്സണലി സാറിന് അവർ പോയല്ലോ എന്നൊരു വിഷമം, ശരിക്കും ഒരു നഷ്ടമാണല്ലോ ടീമിനെന്ന് തോന്നിയേക്കുന്നത് ആരൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, നമുക്കൊരിക്കലും ഒരാളെ നഷ്ടമാണെന്ന് തോന്നത്തില്ല. നമുക്കെല്ലാവരും റീപ്ലേസ് ചെയ്യാവുന്ന ഒരു ഇതാണ്. എല്ലാവരും, ഈവൻ സച്ചിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് പോലെയാണ്. ചിലപ്പോൾ സച്ചിനെ 1 മാസം എടുക്കും, ചിലപ്പം 6 മാസം എടുക്കായിരിക്കും അതുപോലെ ഒരു പ്ലെയറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പം ബാക്ക് ടു നിങ്ങളുടെ ക്വസ്റ്റ്യൻ, എല്ലാവരും റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു ഇതുമില്ല. ഇപ്പം എൻ്റെയൊക്കെ ഞങ്ങളൊക്കെ കോർപ്പറേറ്റ് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നതാണ്, എന്നെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ പുതിയ ആൾ വരുന്ന ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 6 മാസം എടുക്കുമായിരിക്കും. അതാണ് ഒരു റീപ്ലേസ്മെൻ്റ് ഇത് വരുന്നത്. പ്ലെയർ പോയെന്ന് നമ്മൾ വിചാരിക്കല്ലേ, എല്ലാവരും വരുന്നതിന് അവരവരുടെ ടൈമാണ്. അവർ വന്നു, അവരുടെ 4 വർഷത്തെ പെർഫോമൻസ് കഴിഞ്ഞ് അവർ പോകുന്നു. നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഇതാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, പുള്ളിയുടെ സ്കൂളിങ്സ് ഒന്നും, പുള്ളിയുടെ ആ ചെറുപ്പകാലത്ത് പുള്ളി ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി.
ഓക്കെ. ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ ഫിറ്റ്നസ് നോക്കിയാൽ പുള്ളി ഫിറ്റ്നസിന് വേണ്ടി പുള്ളിക്ക് ഇഷ്ടമുള്ള ആഹാരം വിരാട് കോഹ്ലി ധോണിയുടെ ഞാൻ കേട്ടേക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമുള്ള ആഹാരം പോലും കഴിക്കുന്നില്ല. അതെല്ലാം പുള്ളി വിരമിച്ചിട്ടായിരിക്കും പുള്ളിക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫുഡും എല്ലാത്തിൻ്റെയും ഇതായിരിക്കും. ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് പുള്ളി അവരുടെ ഫിറ്റ്നസിനെ എഫക്ട് ചെയ്യും. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ശരി. അപ്പം ഒരു പ്ലെയർ പോയോന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗവാസ്കർ വന്നിട്ട് പോയി, നമ്മളിപ്പോഴും പറയാൻ പറ്റുമോ ഗവാസ്കർ അതൊരു ഫേസ് ആയിരുന്നു. അതിന് ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് വന്നിട്ടാണ് ഓപ്പണിങ്ങിന് എല്ലാവരും അടിക്കാൻ തുടങ്ങിയത്. ഡെസ്മൻ ഹെയ്ൻസും ഗോൾഡൻ ഗ്രീനിച്ചിൻ്റെ അഗ്രസീവ് ഇത് ശ്രീകാന്തിൻ്റെ ആ ഒരു വേൾഡ് കപ്പിലുള്ള അടി വന്നപ്പോഴാണ് അവർ കളിക്കാനായിട്ട് ഇത് വന്നത്. അപ്പം ഓരോ പ്ലേയേഴ്സിൻ്റെ ഓരോ ഫേസ് ആണ്. ഗാംഗുലി വന്നിട്ടാണ് ഇന്ത്യയുടെ ലീഡർഷിപ്പ് ഇത് വന്നത്. പുള്ളി കുറച്ച് അഗ്രസീവ് ആയിരുന്നു. അതാണ് വിരാട് കോഹ്ലിക്ക് കിട്ടിയേക്കുന്നത്. അത് വെച്ച് നോക്കി രോഹിത് നോക്കിയാൽ കുറച്ചുകൂടെ കാം ഡൗൺ ആണ്. അപ്പം പല ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പം പലരുടെയും പല ഫേസിൽ ഞാൻ പറയുന്ന ആരും നമ്മൾ നഷ്ടമൊന്നും തോന്നത്തില്ല. അവരവരുടെ ഫേസിൽ അവർ വന്ന് പെർഫോം ചെയ്ത് അവർ പോകുന്നു. അവരവരുടെ അത് കഴിഞ്ഞ് റിട്ടയർഡ് ലൈഫ് ഇറ്റ്സ് അപ് ടു ദം. എന്താ അവർ കോച്ചിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ കോച്ചിങ്ങിന് പോകുന്നു, ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നു. അങ്ങനെ പല ആൾക്കാരിനും പല ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും തോന്നുന്നില്ല. ഒരു പ്ലേയേഴ്സ് വന്ന് പോകുന്ന അവർ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആസ് എ ഈ ക്രിക്കറ്റ് ലവേഴ്സ് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ അവരവരുടെ ഫേസ് വന്ന് അവർ പെർഫോം ചെയ്ത് പോകുന്നു. ഓക്കെ. എനിക്ക് ഇതിൻ്റെ സാറിന് ഒഫീഷ്യലി സാറിന് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ എടുത്തു കഴിഞ്ഞാൽ വ്യക്തമായി യൂസ് ചെയ്യാത്ത പ്ലെയേഴ്സ് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്ന ആളോ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ചഹൽ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. നല്ല പ്ലെയറാണ്, പക്ഷെ പുള്ളിക്ക് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും ടാലൻസ് ഇന്ത്യൻ ടീമിലുണ്ട്. അപ്പം പുള്ളിക്കുള്ള സ്പേസ് കിട്ടുന്നില്ല. പുള്ളി ഇപ്പം ബെഞ്ചിലിരുന്ന് പോവാണ്. പുള്ളി ബെഞ്ചിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എ ടീമിൽ പോയി കളിക്കാം, അല്ലെങ്കിൽ സിംബാബ്വെ വേണേൽ പോയി പുള്ളി കളിക്കാം. പക്ഷേ ആ മെയിൻ ടീമിൽ ഇരിക്കുന്നതിന് പുള്ളിക്ക് പോകാനും പറ്റുന്നില്ല, ഇതും പറ്റുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് നമ്മൾ ഇതായിട്ടുണ്ട്. അമ്പട്ടി റായിഡു ടിപ്പിക്കൽ പ്ലെയർ ആണ്. ഇപ്പം ടെണ്ടുൽക്കറിന്റെ പേരിന് മുമ്പായിട്ട് അമ്പട്ടി റായിഡ്, നമ്മൾ അമ്പട്ടി റായിഡ് എന്നാണ് പറയേണ്ടി വന്നത്. പുള്ളി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗോ അങ്ങനെ ICL അതിന്റെ പുറകെ പോയതുകൊണ്ട് പുള്ളിയെ ബാൻ ചെയ്തതൊക്കെ ചെയ്തു. പുള്ളി വൺ ഓഫ് ദ സോളിഡ് പ്ലെയർ ആണ്. സച്ചിനേക്കാളും കുറച്ചുകൂടെ മെച്യൂറായിട്ട് അന്ന് കളിച്ചുകൊണ്ടിരുന്ന ആളിലുള്ളതാണ്. പുള്ളിയെക്കാളും സീനിയറുമാണ്. അങ്ങനെ ചില പ്ലേയേഴ്സ് പെട്ടുപോകുന്ന സാഹചര്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതായിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക്, എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ് ഇത്. ഓക്കെ. ഒരു കാര്യം കൂടി സാർ, നമ്മൾ പണ്ട് ഈ ടെസ്റ്റ് മാച്ച് വരെ ഫുള്ള് കണ്ടോണ്ടിരുന്നത് സാർ, അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. കാണുന്നവരുണ്ട്. പക്ഷെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമായിരുന്നു ക്രിക്കറ്റ്. 50 ഓവർ കളിയൊക്കെ ഫുള്ള് ഇരുന്ന് കാണുക. ഇപ്പോൾ കുറേ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ 2020 മാച്ച് പോലും ലാസ്റ്റത്തെ 5 ഓവർ കാണുന്ന ആൾക്കാർ വരെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത്? കറക്റ്റ്. ഇപ്പം ഞാനൊക്കെ ടെസ്റ്റ് പ്ലേ ഇത് കാണും. രാഹുൽ ദ്രാവിഡിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ഡിഫെൻഡ് ചെയ്യുന്ന 100 ബോൾ ഡിഫെൻഡ് ചെയ്യുന്ന മുഴുവൻ കാണും. ശരി. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലൈഫിൽ ലെസണാണ്. ഇപ്പം എൻ്റെയൊക്കെ ജോലിയിൽ അതൊക്കെ എനിക്ക് ഇത് ചെയ്യാൻ എത്രയും പേഷ്യൻസ് ആയിട്ടിരിക്കാൻ പറ്റുമോ, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരും. ആ പേഷ്യൻസ് ലെവല് നമ്മൾ ഇത് ചെയ്ത് ആ ബൗളറുടെ പേഷ്യൻസ് അവൻ്റെ പോകുമ്പോഴായിരിക്കും അവൻ ചിലപ്പോൾ ഒരെണ്ണം വലിച്ചെറിയുന്നത്. അതിൽ പുള്ളി ഫോർവേഡ് ചെയ്യും. അപ്പോൾ അത് നമ്മളൊരു ലേണിംഗ് കർവ് ആണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. പിന്നെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ 20 ഓവേഴ്സിൻ്റെ ലാസ്റ്റ് 5 ഓവർ എന്ന് പറഞ്ഞാൽ ആർക്കും സമയമില്ല. ഇപ്പം ജോലിയുടെ പുറകെ ഫാമിലിയുടെ പുറകെ അപ്പം ഈ സ്പേസ് എടുക്കാൻ അവർക്ക് അറിയില്ല, ടൈം മാനേജ്മെൻറ്റ്. അപ്പം സമയമില്ലാത്തതുകൊണ്ട് അവർ ലാസ്റ്റ് 5 ഓവർ മറ്റേത് 15 ഓവർ ഫോണിൽ കൂടെ കണ്ടു ഇതായിരിക്കും. അപ്പം എൻജോയ് ചെയ്യാനും പഠിക്കുക. ഇപ്പോൾ എൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളി കാണുന്നത് പറഞ്ഞാൽ എൻ്റെ റിലാക്സേഷനാണ്. ഞാനിപ്പോൾ എൻ്റെ ഓഫീസിലെ റിലാക്സേഷൻ ആയിരിക്കും ഞാൻ പോയി അമ്പയർ ചെയ്യുന്നത്. എല്ലാവരും പറയും ഫുൾ ഡേ വെയിലുള്ള എന്താണെന്ന് പറയും. പക്ഷേ എൻ്റെ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കളി കാണുന്നു. വേറെ എന്താ ഇതുള്ളത്, ഫ്രണ്ടിൽ കളി കാണുന്നു, നമ്മൾ എൻജോയും കൂടെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാണ്, കംപ്ലീറ്റ് റിലാക്സ് ചെയ്യാണ്. ഇപ്പോഴത്തെ പുതിയ T10 ടൂർണമെന്റ് 20 ഓവർ കാണാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ T10 തുടങ്ങി. ഇപ്പോൾ ദുബായ് തുടങ്ങി. ഞാൻ പറഞ്ഞ റുവാണ്ടയിൽ പോയി ഞാൻ T10 ടൂർണമെന്റ് ചെയ്തു. അവിടെ നിന്ന് പറഞ്ഞാൽ പാവം ബൗളർ എങ്ങനെ അറിഞ്ഞാലും അവനായിട്ട് അടിക്കും. അമ്പയർമാർക്കും ഞാനവിടെ വന്നപ്പോൾ എനിക്കും ചെറിയൊരു പേടിയുണ്ട്. എന്നാൽ ഈ ഒരു പിച്ചിലങ്ങ് കയറി വന്നിട്ട് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയോടെ അടിക്കുക, ഒരു രക്ഷയില്ല. അപ്പം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. T10 കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു രക്ഷയില്ല, അത് പെട്ടെന്ന് തീരുകയും ചെയ്തതാണ്. അപ്പം ആൾക്കാർക്ക് സമയമില്ലാതെ വരുമ്പോഴേക്കും ഇങ്ങനെ പല പല ടൂർണമെന്റ്സ് ഇനിയും വരും. ഇനിയും T5 വരുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ വരും. അപ്പോൾ
അടുത്തൊരു ഫേസ് ആണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് മാച്ച് കാണാനായിട്ട് ഇപ്പം പ്രായമുള്ളവരെ കാണുന്നുള്ളൂ, പണ്ട് കണ്ടവർ ഇത് കാണുന്നുള്ളൂ. ശരി. ഇപ്പം ഗ്രൗണ്ടിൽ പോയി ആരും കാണുന്നില്ല, ടി വി കാണാൻ പറ്റുന്നുണ്ട്. ഗ്രൗണ്ടിൽ എന്തിനാ പോയി 5 ദിവസം പോയി അവിടെ വെയിൽ കൊണ്ടിരിക്കേണ്ട ആവശ്യം. എന്നാലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൺട്രീസ് ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്കയിലൊക്കെ ടെസ്റ്റ് കാണാൻ വേണ്ടി മാത്രം പോയിരിക്കുന്നവരുണ്ട്. ഒരു ടൈ ഒക്കെ കെട്ടി സൂപ്പറായിട്ട് അവിടെ പോയി ഒരു ബിയറൊക്കെ പിടിച്ച് കളി ഇത് ചെയ്യുന്നു, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫാസ്റ്റ് മൂവിങ് ആയി. ഇപ്പോൾ എല്ലാം പെട്ടെന്ന് വേണം. ഇപ്പോൾ ഫുട്ബോൾ വന്നപ്പോൾ ISL വന്നപ്പോഴേക്കും ഫുട്ബോളിൻ്റെ സ്റ്റൈലിൽ തന്നെ ക്രിക്കറ്റും കാണണം എന്നുള്ള ഒരു ഇതിലോട്ട് വന്നു. സമയമില്ല. പിന്നെ പുതിയ ജനറേഷന് ഒട്ടും സമയമില്ല. പക്ഷേ എൻ്റെയൊക്കെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ ആ പേഷ്യൻസ് ലെവൽ എങ്ങനെയാണ് അവർ ഇത് ചെയ്യുന്ന അഡാപ്റ്റ് ചെയ്ത് എത്ര ദിവസം ഇങ്ങനെ VVS ലക്ഷ്മണൊക്കെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. പുള്ളി എങ്ങനെയാണ് അതൊക്കെ ആ മാച്ച് എങ്ങനെയാണ് മാനൂവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നത്, ഇതൊക്കെ നമ്മുടെ ഞാൻ പറയില്ല എൻ്റെ ഒരു ലേണിംഗ് കർവാണ്. ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കിത് അറിയാൻ പറ്റും എങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ജോലി തന്നെ പേഷ്യൻ്റായിട്ട് ഇരിക്കുക, ചിലപ്പോൾ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്യുക. അങ്ങനെയുള്ളൂ. ഒരു കാര്യം കൂടി സാറിനോട് ചോദിക്കുന്നത്, ഈ ആധുനികമായിട്ടുള്ള ഇപ്പോൾ അമ്പയറിംഗിലേക്ക് ആധുനികമായിട്ടുള്ള ഒരുപാട് ടെക്നോളജി ഭയങ്കര ഈസി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ റിവ്യൂ എടുക്കുന്നത് പോലെ തന്നെ. അതുപോലെ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയേക്കുന്ന ഏതെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടോ? ഞാൻ അഡാപ്റ്റ് ചെയ്ത് അങ്ങ് പോകത്തേ ഉള്ളൂ, ആ ഫ്ലോയിൽ അങ്ങ് പോകാന്നേ ഉള്ളൂ. അതുമായി ഇപ്പൊ 60 സെക്കൻഡിന്റെ ഒരു ഇത് വന്നില്ലേ, ബിറ്റ്വീൻ ഓവേഴ്സ്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്പോൺസേഴ്സ് TV റൈറ്റ്സ് ഒക്കെ നമ്മൾ നോക്കണം. അവർക്കൊക്കെ ഒരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, ആ ടൈമിൽ തീർക്കണം. ഇവർ ഈ ഡിലേ ചെയ്ത് അവരവിടെ ഇവിടെ വർത്തമാനം പറഞ്ഞിട്ട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോവും. അപ്പോൾ അവർക്ക് അടുത്ത പ്രോഗ്രാംസിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ഈ TV റൈറ്റ്സിലാണ് പൈസ ഇതൊക്കെയുള്ളത്, റവന്യൂ കിട്ടുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പം ഇതിനകത്തൊരു ആക്ഷേപം വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വൈകുന്നേരത്തെ സമയത്താണ് US വെച്ചേക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം വന്നിട്ട്. എന്താണ് TV റൈറ്റ്സ് ഇവിടെ നിന്നാണ് കൂടുതൽ വരുന്നത്. പക്ഷെ അത് ആക്ഷേപമാണോ എന്ന് വെച്ചാൽ ഡിബേറ്റബിൾ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ TV റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ഡിലേ ചെയ്യുന്ന അത് ഇതാണ്. അപ്പോൾ 60 സെക്കൻഡ്സ് നല്ല കാര്യമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാൽ അത്രയും സ്പീഡായിട്ട് ഇപ്പോൾ ഒരു അമ്പയറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമില്ല സമയം നമ്മൾ സ്പീഡപ്പ് ചെയ്യാൻ പറയും. വാച്ചിൽ ഇത് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് പറയും നിങ്ങൾ ഓരോ ഓവർ ബിഹൈൻഡാണ്, 2 ഓവർ ബിഹൈൻഡാണ്, നമുക്ക് പ്രീ വാർണിംഗ് കൊടുക്കും. 4 ഓവർ ആകുമ്പോഴേക്കും നമ്മൾ പ്രീ വാർണിംഗ് കൊടുക്കാറുമുണ്ട്. അപ്പം അതാണ് ഒന്ന് ഇതുള്ളത്. പിന്നെ ഈ പവർ പ്ലേ റൂൾസ് വന്ന്, പക്ഷെ അതൊക്കെ ഓരോ ഫേസാണ്. ഇപ്പം സുനിൽ ഗവാസ്കറൊക്കെ അതിനകത്തുള്ള ഉണ്ടായിരുന്ന ഇതാണ്. ആദ്യം കൊണ്ടുവന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ വേണമെന്ന് പറഞ്ഞു, 10 ഓവറിൻ്റെ വേണം, പിന്നെ ലാസ്റ്റ് ഓവറിൽ പവർ പ്ലേ, അങ്ങനെ കുറച്ച് ഇതൊക്കെ വന്നായിരുന്നല്ലോ. അതെല്ലാം ഇപ്പോൾ മാറ്റി. അപ്പോൾ അതൊക്കെ ഓരോ കാലത്തിൻ്റെ ഇത് വെച്ചിട്ട് മാറി മാറി വരുന്നത് നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു അമ്പയർ എന്നുള്ള ആൾ അഡാപ്റ്റ് ചെയ്ത് പോകാന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആ അമ്പയറിനേക്കാളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഡിസൈഡ് ചെയ്ത് താഴോട്ട് പറയുന്നത്. അപ്പം അതിനകത്ത് അങ്ങ് പോകാന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല. ഈ പ്ലേയേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇപ്പം ഒരു അമ്പയർ എന്നുള്ള രീതിയിൽ അതിനകത്ത് ആദ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കിയുടെ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ മാച്ച് വരുമ്പോൾ നമ്മൾ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഈവൻ നമ്മൾ മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സ്ഥലമുണ്ട്, നമ്മൾ അവിടെ ഇരിക്കാൻ പാടുള്ളൂ. ഇൻട്രാക്ഷൻസ് ഇതില്ല, പ്ലേയേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് പാടില്ല. ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൻ്റെ പിച്ച് കണ്ടീഷൻ കണ്ടിട്ട് നമുക്ക് പല ഫീഡ്ബാക്സും കൊടുക്കാം. ഇപ്പം കോഡ് ഓഫ് കണ്ടക്ട് ICCയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ബെറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വരും, ആർക്കൊന്ന് ഫോൺ ചെയ്തിട്ട് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു ബ്രീഫിങ് തന്നായിരുന്നു. ഫോൺ അവിടെ വെക്കാവുള്ളൂ, ഫോൺ തൊടാൻ പാടില്ല, ഇതാണ് എന്നൊക്കെയുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ബിഹൈൻഡ് ഇതുണ്ട്, ഈ കാര്യങ്ങൾ നമ്മൾ ഈവൻ വാഷ്റൂം വരെ നമുക്ക് സെപ്പറേറ്റ് ആയിരിക്കും, നമ്മൾ എവിടെ പോകുന്നതെന്നുള്ള അവിടെ ഇതുണ്ട്. ബ്രേക്കിന്റെ സമയത്തൊക്കെ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേണ്ടാത്ത പരിപാടികൾക്കൊന്നും പോയി പെടരുത്, നമുക്ക് നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം നമുക്കറിയത്തില്ല, നമ്മളിവിടെ ടൂർണമെന്റ് ചെല്ലുമ്പോൾ അവിടെ പ്ലേയേഴ്സിനോട് കൈ കൊടുത്തൊക്കെ നിൽക്കാതെ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യണം. താങ്കളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ. അല്ല, നമുക്ക് ഈ തരത്തിലുള്ള എന്തായാലും സാറ് പറഞ്ഞ അതിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് നമ്മൾ മറ്റേ ഇപ്പം ഈ ലാസ്റ്റ് ടൈമിൽ ഇൻറ്റിമേറ്റ് ആയിട്ട് എനിക്ക് വലിയ ഇത് ഇവിടുത്തെ ആൾക്കാരായിട്ട് വലിയ ഇതില്ല. എനിക്കറിയാവുന്ന ടിനു എൻ്റെ കൂടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ടിനുവിനെ അറിയാം. അതാണ് ഇപ്പം നമ്മുടെ ക്രിക്കറ്റിനകത്ത് ഇവിടെ ഉള്ളത്. അവിടെ നൈജീരിയയിലൊക്കെ ഉള്ളവർ എല്ലാവരെയും അറിയാം.
ഓക്കെ അവിടെ നൈജീരിയയിലായതുകൊണ്ട് ഇവരെല്ലാവരുമായിട്ട് ഇവിടെ മാച്ച് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ നമുക്കത് പറയാൻ പറ്റില്ല അത് ആരൊക്കെയാന്നുള്ളത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഈ ബെറ്റിംഗ് ആണ് ക്രിക്കറ്റിനെ ഒരു സൈഡിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറൊക്കെ പലരും ഇതിൽ നിന്ന് പോകാൻ കാരണം ബെറ്റിംഗ് ആണ്. ഈ തരത്തിലുള്ള ഇത് ക്രിക്കറ്റിലേക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ അകത്തും പുറത്തും ഭയങ്കരമായിട്ട് അത് വ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ ബെറ്റിങ്ങിനെ കുറിച്ച് സാറിന് അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? ബെറ്റിങ്ങിൻ്റെ ഞാനൊരു അമ്പയർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയല്ല. ഞാൻ സിംബാബ്വെ കളി കാണാൻ പോയ സമയത്ത് ഗാലറിയിൽ സ്പേസ് ഇല്ലായിരുന്നു ഇരിക്കാനായിട്ട്. ശരി. അപ്പം ഒരാളുടെ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബാഗ് എടുത്ത് എനിക്കൊന്ന് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്നു കഴിഞ്ഞപ്പം പുള്ളി ഫോണിൽ 2 ഫോണുണ്ട്. പുള്ളിയുടെ ബാഗ് പുള്ളി മടി വെച്ചു, എനിക്ക് വേണ്ടി ആ സ്ഥലം തന്നു, ഇത് വെച്ചു. പുള്ളി വർത്തമാനമാണ്. ഞാൻ വിചാരിച്ചു ആരുടെ വർത്തമാനം പറയായിരിക്കുന്നു. അപ്പോൾ ഓരോ ബോൾ അഗലെ ബോൾ वो डॉट बॉल हो जाएगा, अगले बॉल 6 हो जाएगा, अगले बॉल കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇതെന്താ സംഭവം എന്നുള്ളത്. അത് ഈ ബെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് അവരത് ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ ബോളോ ഓരോ ഓവറോ ഓരോ ഇത് ബാറ്റ്സ്മാൻ അത്ര ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവമാണ് ഞാൻ അത് കണ്ടത്. അപ്പം ഈ ബെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പ്ലേയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോഡ് ഓഫ് കണ്ടക്ട് ഭയങ്കര ഇതാണ് ICCയുടെ ഇതിനകത്തുള്ളത്. നമ്മൾ ആരൊക്കെയായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഇത് നോക്കുന്നുണ്ട്. അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഇതിനു വേണ്ടി നമ്മൾ കെയർഫുൾ ആയിരിക്കും. ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാമെന്നില്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ സാറിനെ പോലത്തെ ആളുകളെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ അവര് ഡയറക്റ്റ് എന്തായാലും അങ്ങനത്തെ ഒരു ലെവലിലോട്ടായിട്ടില്ല. ഒരു അമ്പയേഴ്സിനൊക്കെ ഇങ്ങനെ ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് എങ്ങനെയാണ് അതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള അവർ ബെറ്റേഴ്സിന് അവരുടെ ഇതുണ്ടാവുമല്ലോ. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കെയർഫുൾ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നമ്മൾ ഫെയർ ആയിരിക്കണം. നമ്മൾ ഞാൻ പറഞ്ഞ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫെയർ ആയിരിക്കണം. നമ്മൾ അവരുടെ ഇവരെ മുഖം നോക്കേണ്ട ആവശ്യമില്ല. സീരിയസ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാർ. പിന്നെ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ കരിയർ കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം. ഒരുപാട്, കാരണം സാധാരണ ഇത്രയും ഇൻ്റർവ്യൂ നീട്ടിക്കൊണ്ട് പോകാറില്ല ഞങ്ങൾ. കാരണം ഒരുപാട് ഇൻഫർമേഷൻസ് ഇത് വളരെ റെയറാണ്. ഒരു സാറിനെ പോലത്തെ ഈ ഒരു പദവിയിലിരിക്കുന്ന ഒരാളൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ റെയറാണ്. ആളുകൾക്ക് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം അധികം എടുത്തത്. കുഴപ്പമില്ല. എന്തായാലും വളരെ സന്തോഷം. ഇനിയും ഒരുപാട് വലിയ വലിയ മാച്ചുകളും എല്ലാം ഫേസ് ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ ഒരു മലയാളി ഈ ഒരു പേര് എല്ലായിടത്തും എല്ലാ മേഖലയിലും വളരെ നിറഞ്ഞു നിൽക്കട്ടെ. വളരെ വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം സാറിനെ പരിചയപ്പെട്ടില്ലേ. താങ്ക് യു വെരി മച്ച്.